മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. യെസ്, എല്ലാവരും എത്തിയോ? എത്തി. പെട്ടെന്ന് വീഡിയോ ഓണാക്കി. കുറച്ചൊരു വീഡിയോ ഓഫ് ആണല്ലോ, പെട്ടെന്ന് വീഡിയോ ഓണാക്കി. വേഗം ആയിക്കോട്ടെ, നമുക്ക് നമ്മുടെ ഓൾജിബ്ര ബാക്കി പഠിക്കണ്ടേ അല്ലേ? എക്സാം ഒക്കെ ഇങ്ങോട്ട് എത്തിയല്ലേ? ടൈം ടേബിൾ കിട്ടിയില്ലേ? കിട്ടിയെങ്കിൽ എന്തിനാ ആറ്റാന്നേ? ടൈം ടേബിൾ ഒക്കെ കിട്ടി. അപ്പൊ ഇനിയിപ്പോ എക്സാമിന് അങ്ങ് പഠിച്ച് തുടങ്ങണം. എന്തോ ആർക്കൊരു ഉഷാറിലല്ലേ ഇന്ന്? എന്താണെന്ന് രാവിലെ വെച്ചോണ്ടാണോ? രാവിലെ നമ്മൾ ചാടിച്ചാട്ടിരുന്ന് ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കാറുണ്ടല്ലോ. ഷോ, ഇതെന്തു പറ്റി? പക്ഷെ ഞാൻ എന്നാണെങ്കിൽ കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നേക്കണേ. കണ്ടോ, ഇന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചല്ല വന്നേക്കണേ. കണ്ടോ, ഇങ്ങനെ വേണം പിള്ളേരായ. ഓക്കെ, നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഉഷാറായിട്ടൊരു ടാറ്റ തന്നേ എല്ലാവരും. ഉഷാറായിട്ടൊന്ന് ടാറ്റ തന്നേ. യെസ്. എന്താണ്? ഓക്കെ, നമുക്കപ്പോ പതിയെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ എല്ലാവരും ഒന്ന് നിവർന്നിരുന്ന് ഉഷാറായിട്ട്. ആരാണ് സാറേ ടേബിൾ കിടക്കണേ? ഐ വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. യെസ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒരാളുടെ ഓഫ് ആണല്ലോ സാറേ. ഏതാരാണ് സാറേ ഏറ്റവും അടിയിലിരിക്കണേ? ആൻമി. യെസ്, ആൻമി പെട്ടെന്ന് വീഡിയോ ഓൺ ആക്കി ഒന്ന് കാണട്ടെ. ആൻമി ഒന്ന് കാണട്ടെ. യെസ്, വന്നു. ആൻമി എത്തി. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? നമ്മളപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾജിബ്രയുടെ നമ്മുടെ 171 പേജിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ ഇതുപോലൊരു എന്താ പറയുക, ഒരു ടവറിലെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ നമ്മളിങ്ങനെ കൂട്ടി മുകളിലേക്ക് നമ്പർ ക്യൂരിയോസിറ്റീസ് എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്തത്. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നു. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മറന്നുപോയോ? ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നു. യെസ്, ഓർമ്മയുണ്ട്. നല്ല രസമായിട്ട് ഇങ്ങനെ എന്താ കൂട്ടി മുകളിലേക്ക് എഴുതിയായിരുന്നു നമ്മൾ പോയത്. മുകളിൽ എത്തുമ്പോൾ താഴെയുള്ള നമ്പറിന്റെ എന്തായിരുന്നു കിട്ടിയത്? മുകളിലുള്ള ആൻസർ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ഇത് രണ്ടും കൂടി കൂട്ടും നമ്മൾ ആദ്യം. അപ്പൊ ഇവിടെ 14 കിട്ടി. ഇനി 10ഉം 8ഉം കൂടി കൂട്ടും. അപ്പൊ 18 കിട്ടി. പിന്നെ 10ഉം 12ഉം കൂടി കൂട്ടി 22 കിട്ടി. 12ഉം 14ഉം കൂടി കൂട്ടി 26 കിട്ടി. ഇനി ഇതേ പരിപാടി മുകളിലേക്ക് നമ്മൾ റിപ്പീറ്റ് ചെയ്തല്ലേ? 14ഉം 18ഉം കൂടി കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 32. പിന്നെ 18ഉം 22ഉം കൂടി കൂട്ടി. അപ്പൊ 8 2 10 40 എന്ന് വന്നു. പിന്നെ 22ഉം 26ഉം കൂടി കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 48 എന്ന് കിട്ടി. അതിനുശേഷം വീണ്ടും മുകളിലേക്ക് അങ്ങനെ മുകളിലേക്ക് ചെയ്ത് പോയിരുന്നു. ഇത് ചെയ്തത് നോട്ടിലുണ്ടോന്നൊന്ന് പരിശോധിച്ച് എല്ലാവരും. നോട്ടിൽ കിടക്കണ്ടോ നോക്കി. ഉണ്ടെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ ചെയ്തത്. യെസ്. ഓക്കെ, ടാറ്റ തന്ന ഒരാളിൽ നിന്ന് വിളിച്ചോളൂ. മുകളിലത്തെ നമ്പർ എത്രയായിരുന്നു നമുക്ക് കിട്ടിയത്? ശ്രീനന്ദ പറഞ്ഞേടാ. ഏറ്റവും ടോപ്പിൽ നമുക്ക് എത്രയായിരുന്നു ആൻസർ കിട്ടിയത്? അയ്യോ, പണിയായിരുന്നു. ശ്രീനന്ദ അൺമ്യൂട്ട് ആവണില്ലേ? മിഷൻ കേടായോ? മിഷൻ കേടാക്കി. ഒറ്റ മിനിറ്റ് നോക്കട്ടെ എന്താന്ന്. ഓക്കെ, നമുക്ക് അടുത്തൊരാൾ വിളിച്ചു നോക്കാം. ശ്രീനന്ദയുടെ ഇവ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഇവ റോസ് അല്ലേ? ഇന്ന് ബസ് വരുമോ 8 മണിയാകുമ്പോ? ഇന്ന് നേരത്തെ വരൂ. ഓക്കെ. എന്താണ്? റോഡ് പണിയായിട്ട് നേരത്തെ വരും. വേറെ വഴി പോവാനായിരിക്കും അല്ലേ വണ്ടിക്ക്? ഓക്കെ. അപ്പൊ ഏതാണ് ടോപ്പിൽ വന്ന നമ്പർ? 160. സോ താഴെയുള്ള 10ന്റെ 16 ടൈംസ് ആയിരുന്നു മുകളിലുള്ള നമ്പർ കിട്ടിയത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? എന്താണ് മക്കളെ? താഴെയുള്ള 10ന്റെ 16 ടൈംസ്. 10 × 16 ആണല്ലോ 160 വരുന്നത്. 16 എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടിയത്? നമ്മളിവിടെ ആദ്യം ഈ ടവർ ഒന്ന് പരിശോധിക്കും. താഴത്തെ റോ ഒഴിച്ച് ബാക്കി ഇവിടെ എത്ര റോയാണ് മക്കളെ ഉള്ളത്? അല്ലെങ്കിൽ എത്ര എണ്ണമാണ്, എത്ര പടിപടിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. എത്ര എണ്ണം ഉണ്ട്? എത്ര സ്റ്റെപ്പ് ഉണ്ട്? 4 സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? ആ 4ന്റെ എന്തെടുത്താൽ മതി? സ്ക്വയർ എടുത്താൽ മതി. ദാറ്റ് ഈസ് 16. 4ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് മക്കളെ? 4 × 4. അങ്ങനെയാണ് നമുക്ക് 16 കിട്ടുന്നത്. ആ 16നോടൊപ്പം ഇവിടത്തെ 10 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോപ്പിലെ നമ്പർ 160 ആണ് എന്ന് കിട്ടും. നമുക്ക് ആദ്യം തന്നെ അത് കണ്ടുപിടിക്കണം എന്നില്ല. ആദ്യം നമ്മൾ ഇതെല്ലാം ഫില്ല് ചെയ്ത് പോകും. എന്നിട്ട് അവസാനം ചോദിക്കും എന്താണ് താഴത്തെ നമ്പറും താഴത്തെ മിഡിൽ നമ്പറും മുകളിലത്തെ ടോപ്പ് നമ്പറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ചോദിച്ചിരുന്നു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. നമ്മളപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുവാണ്. നമ്മുടെ 171ാമത്തെ പേജിലെ 2ാമത്തെ ക്വസ്റ്റ്യൻ. ഇതുപോലെ തന്നെയാണ്, ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. ഇവിടെയും എന്താണ്? ഒരു ടവർ തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു പാറ്റേൺ ആണ് ഇവിടെ. നോക്കി, we can make number towers by starting with any set of numbers not necessarily equally apart. അതായത് എന്താ? തുല്യമായിട്ട് വീതിക്കണം എന്നില്ല നമ്പേഴ്സ്. എങ്ങനെ വേണമെങ്കിലും നമ്മൾ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഈ ഒരു പാറ്റേണിൽ ഒന്ന് ശ്രദ്ധിച്ചേ. താഴത്തെ എത്രയാണ് വന്നിരിക്കുന്നത്?
10, 1, 9, 10 കാണുന്നുണ്ടല്ലോ അല്ലേ അടിയിൽ. യെസ്, അതിന് തൊട്ട് മുകളിൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഈ 10ഉം 1ഉം കൂടി കൂട്ടിയിട്ട് എന്ത് കിട്ടി? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. 10ഉം 1ഉം കൂടി കൂട്ടിയിട്ട് എത്ര കിട്ടി? 11 കിട്ടി അല്ലേ? 10ഉം 1ഉം കൂടി കൂട്ടി 11 കിട്ടി. അതിനുശേഷം 1ഉം 9ഉം കൂടി കൂട്ടി. 1 + 9 എത്രയാണ്? 10 എന്ന് കിട്ടി. അതിനുശേഷം 9ഉം 10ഉം കൂടി കൂട്ടി. 9ഉം 10ഉം കൂടി കൂട്ടിയപ്പോൾ 19 എന്ന് കിട്ടി ആണല്ലോ. യെസ്, അതിനുശേഷം വീണ്ടും മുകളിലത്തെ, അതിന് മുകളിലത്തിലേക്ക് നോക്കിക്കേ. 11 + 10 അപ്പൊ എത്ര കിട്ടി? ഒരാളൊന്ന് ചോദിക്കാം സാറേ. ശ്രീഹരി, 11ഉം 10ഉം കൂടി കൂട്ടിയപ്പോൾ മുകളിൽ എത്ര കിട്ടി കൂട്ടാ? 21 എന്ന് കിട്ടി അല്ലേ? ഇനി തൊട്ടപ്പുറത്ത് 10ഉം 19ഉം കൂടി കൂട്ടി അപ്പൊ എത്ര കിട്ടി? ആരാ പറയുന്നേ? തേജസ് പറഞ്ഞേ. 10ഉം 19ഉം കൂട്ടിയിട്ട് മുകളിൽ എത്ര കിട്ടി? 29. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. ഇനി ഏറ്റവും മുകളിലത്തെ ആളെയാണല്ലേ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? 21ഉം 29ഉം കൂടി കൂട്ടി 21 + 29. അങ്ങനെയാണ് നമുക്ക് എത്ര കിട്ടുന്നത്? മുകളിലത്തെ ഈ 50നെ കിട്ടുന്നത്. ക്ലിയർ ആണോ? നമ്മൾ നേരത്തെ ചെയ്ത അതേ പാറ്റേൺ കൂട്ടി 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 അങ്ങ് പോകും. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. കൂട്ടി കൂട്ടി നമ്മൾ 2 നമ്പേഴ്സിനെ കൂട്ടി കൂട്ടി മുകളിലേക്ക് എഴുതും. കൊള്ളാലേ, നല്ല രസമുള്ള പരിപാടിയാണ്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഇനി ഇതുപോലെ ഈ ഒരു പാറ്റേൺ വെച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിക്കേ, ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടവർ ബിലോ. താഴെ തന്നിരിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടവർ ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ? പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്താണ്? ഇവിടെ 1 ആയിരുന്നു നമ്പർ. നോക്കിക്കേ, ഇവിടെ 10, 1, 9, 10 ആയിരുന്നു. ഇവിടെ 10, 2 ആണ് വന്നിരിക്കുന്നത്. ആൻഡ് ഇവിടുത്തെ ബ്ലാങ്ക് നമ്മൾ ഫില്ല് ചെയ്യണം. ഓക്കെ ആണോ? നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഈ ഓരോന്നിനും ഓരോ പേര് കൊടുക്കാൻ പോകും. അപ്പൊ ഞാൻ ചോദിക്കുമ്പോൾ പറയണം കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി. ഞാൻ ഓരോന്നിനും ഓരോ ആൽഫബറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഞാൻ എയിൽ എന്താണ്, ബിയിൽ എന്താണ്, സിയിൽ എന്താണെന്ന് ചോദിക്കും. അപ്പൊ പറയണം. ക്ലിയർ ആണല്ലോ നമ്മുടെ പരിപാടി? അപ്പൊ ഓരോന്നിനും പേര് കൊടുക്കുകയാണ്. ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി, ഇത് ഇ, ഇത് എഫ്. ഒന്ന് കണ്ടുപിടിച്ചേ. എ ബി സി ഡി ഇ എഫ്. ഇന്ന് ക്ലാസ് അല്ലേ എല്ലാവർക്കും? ക്ലാസ് ഉണ്ട്. യെസ്, ഓക്കെ, കുറെ പേര് കണ്ടുപിടിച്ചു കഴിഞ്ഞു. വെരി ഗുഡ്. ഓക്കെ, വിളിച്ചോളൂ സാറേ. അഭിറാം. അഭിറാമേ, കുളിച്ച് സുന്ദരനായിട്ടുണ്ടല്ലോ. യൂണിഫോം ഒക്കെ കിട്ടിയ നല്ല മിടുക്കലായിട്ടിരിക്കണോക്കെ സാറേ. കൊള്ളാം. പറഞ്ഞേ, എ എത്രയാണ്? എ എങ്ങനെ കിട്ടി? എ 8 കിട്ടി. എ 8 കിട്ടിയൊരു ടാറ്റ തന്നേ. എ 8 കിട്ടിയൊരു ടാറ്റ തന്നേ. യെസ്, വെരി ഗുഡ്. നമുക്ക് എങ്ങനെയാണ് 8 കിട്ടുന്നത്? നമുക്കറിയാം, ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് മുകളിലത്തെ നമ്പർ കിട്ടേണ്ടത് അല്ലേ? ഈ രണ്ടും ഇവിടെ കിടക്കുന്ന എയും കൂടി കൂട്ടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 10 കിട്ടേണ്ടത്. അപ്പൊ 2 + a ആണ് എത്ര? മുകളിലത്തെ 10 വരേണ്ടത്. ആ എ എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എനെ ഇവിടെ നിർത്തിക്കൊണ്ട് 2നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. പോസിറ്റീവ് 2 അപ്പുറത്ത് ചെല്ലുമ്പോൾ -2 ആവുന്നു. സോ ദ ആൻസർ ഈസ് 8. 8 എന്ന് നമുക്ക് എയുടെ ആൻസർ കിട്ടും. നമ്മളിവിടെ എഴുതി 8 ആണ് എ. അപ്പോൾ 8 കിട്ടി. ഓക്കെ ആണല്ലോ. ഇനി ബി എത്രയാണ്? ആരാ പറയുന്നത്? ബി ശ്രീനന്ദ. ഇപ്പൊ ശരിയായി. പറഞ്ഞോ. ബി 12. വെരി ഗുഡ്, മിടുക്കി. എങ്ങനെയാണ് നമുക്ക് ബി കിട്ടിയത്? നമ്മുടെ ഈ താഴത്തെ 10ഉം 2ഉം കൂടി കൂട്ടി മുകളിലേക്ക് എത്ര വരും? 12 വരണം. ക്ലിയർ ആണല്ലോ. ഇനി സി. സി ആരാണ് പറയാൻ പോകുന്നത്? നെവിൻ. കുട്ടാ പറഞ്ഞേ, സി എത്ര കിട്ടി? സി, നമ്മുടെ സി എത്ര കിട്ടി? എന്താണ് മനസ്സിലായില്ലെന്നാ? സി. എടാ, ഇവിടെ കിടക്കുന്ന സി എന്ന് പറയുന്ന ആൽഫബറ്റ് എത്ര കിട്ടിയെന്ന്, ഈ ഒരു ബ്ലാങ്കിൽ നമുക്ക് എന്താ ഫില്ല് ചെയ്യാൻ പറ്റാന്ന്? സി എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടുത്തെ എയും ഈ 10ഉം കൂടി കൂട്ടിയാ പോരെ? 18. പിന്നെന്താ നീ മനസ്സിലായില്ലെന്ന് പറഞ്ഞേ? എടാ 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 ഉറക്കപ്പിച്ചിലിരിക്കണവൻ. 18. എന്താണ്? എന്താണെന്ന്? ജലദോഷം. അതാണ് പറയണത്, ഇങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടേണ്ടത്? സി എങ്ങനെയാണ്? നമ്മുടെ എ 8 ആണ്, അപ്പുറത്ത് 10 ഉണ്ട്. അപ്പൊ 8 + 10 18 എന്ന് കിട്ടി. ഇത്രയും ഓക്കെ ആണല്ലോ. ഇനി ഡി കണ്ടുപിടിക്കാൻ. ആരാ പറയുന്നേ? ആന്റോണിയോ. യെസ്, പറഞ്ഞേ, ഡി എങ്ങനെ കിട്ടി? ഡി
22 എന്നാണ് പറയുന്നത്. അപ്പൊ b പ്ലസ് 10 ചെയ്താൽ മതി അല്ലേ. b പ്ലസ് 10, ഇവിടെ b ഉണ്ട്, ഇവിടെ 10 ഉണ്ട്. b എത്രയാണ്? 12 ആണ്. 12 പ്ലസ് 10 22. യെസ്, വെരി ഗുഡ്, മിടുക്കൻ. 22 എന്ന് നമുക്ക് d കിട്ടുന്നു. ഓക്കെ ആണല്ലോ. യെസ്, നമ്മൾ 22 എന്ന് d ഇവിടെ എഴുതി. ഇനി e കണ്ടുപിടിക്കണം. e ആരാ പറയുന്നേ? e സൗരവ്. യെസ്, സൗരവ് ട്ടാ പറഞ്ഞേ. e എങ്ങനെ കിട്ടി? e ഏതൊക്കെ തമ്മിൽ കൂട്ടണം? 28 എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ, എവിടെ ഏതൊക്കെ തമ്മിലാ കൂട്ടണ്ടേന്ന് പറഞ്ഞ ഈ കണ്ടുപിടിക്കാൻ. 10ഉം തൊട്ടപ്പുറത്ത് സിയും അല്ലെ. യെസ്, അത് ഓക്കെ. അപ്പൊ ഈ കണ്ടുപിടിക്കാനായിട്ട് 10 പ്ലസ് സിയുടെ വാല്യൂ നമുക്ക് അറിയാം 18 ആണ്. അപ്പോൾ 28 എന്ന് നമുക്ക് കിട്ടും. 28 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി എല്ലാം കിട്ടി, മുകളിലത്തെ മാത്രം കണ്ടുപിടിക്കാനുള്ളൂ അല്ലെ. അപ്പൊ എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഡി പ്ലസ് ഇ, ഡിയും ഇയും കൂടി കൂട്ടിയാൽ മതി. ഡി എന്ന് പറയുന്നത് 22 ആണ്, ഇ എന്ന് പറയുന്നത് 27 ആണ്. സോ ദ ആൻസർ ഇസ് 50. 50 ആൻസർ കിട്ടിയോ? 50 ആൻസർ കിട്ടിയെങ്കിൽ എന്നിട്ട് ആറ്റ് വന്നേ. 50 ആൻസർ കിട്ടിയെങ്കിൽ യെസ്. അപ്പൊ 50 എന്ന് നമുക്ക് മുകളിലെ ആൻസർ കിട്ടി. CC അല്ലേ, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയില്ലേ? ഓക്കെ ആണല്ലോ അല്ലേ. സാർ ഒന്ന് അപ്പുറത്തൊന്നും കാണിക്കോ, ബാക്കിയുള്ളവരും കൂടി ഒന്ന് കാണിക്കോ. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്, നമുക്ക് അത്യാവശ്യം സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത നോക്കിക്കേ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. രണ്ടാമത്തിൽ ചെറിയൊരു വെറൈറ്റി ഉണ്ട്. ഇൻ എ ടവർ ലൈക്ക് ദിസ്, ഇതുപോലെ തന്നെ ഒരു ഗോപുരം വേണം. എന്നിട്ട് കീപ് ദ ടെൻസ് വെയർ ദേ ആർ ആൻഡ്, അതായത് ഇപ്പൊ എവിടെയാണോ 10 കിടക്കുന്നത്, ഞാൻ ഒന്ന് മായ്ക്കുന്നുണ്ട്. 10 എവിടെയാണോ കിടക്കുന്നത് അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. അതായത് 10 ഇപ്പൊ ഇവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, മുകളിലുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാ. 10 ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് 10, ഇവിടെ ഉണ്ട് 10, ഇവിടെ ഉണ്ട് 10 ആണല്ലോ. 10 എവിടെയാണോ കിടക്കുന്നത് അത് അവിടെ തന്നെ വെക്കാം. വേറെ എന്തിനാ ചേഞ്ച് വരുത്തേണ്ടത്? ആൻഡ് ചേഞ്ച് ദ സെക്കൻഡ് നമ്പർ ഓഫ് ദ ബോട്ടം റോ, ഏറ്റവും താഴത്തെ നിരയിലെ രണ്ടാമത്തെ സംഖ്യ മാറ്റണം. താഴത്തെ നിരയിൽ ഇവിടെ എത്രയായിരുന്നു രണ്ടാമത്തെ സംഖ്യ? ഒന്ന് കൈകൊണ്ട് കാണിച്ചേ. ഇവിടെ എത്രയാ രണ്ടാമത്തെ സംഖ്യ? 2 ആണ് കിടക്കുന്നത്. ആൻഡ് ആദ്യത്തേതിലോ, സോറി, ആദ്യത്തേതിലോ ഇവിടെ എത്രയാണ് രണ്ടാമത്തെ സംഖ്യ? 1 ആണ്. അപ്പൊ 1 എടുത്തു, 2 എടുത്തു ആണല്ലോ. 1 നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു പാറ്റേൺ, അതായത് എക്സാമ്പിൾ തന്നിരുന്നതിൽ 1 ആയിരുന്നു, ഇവിടെ രണ്ടാമത്തേലാണെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിരുന്നതിൽ 2 ആയിരുന്നു ആണല്ലോ. ഇനി എടുക്കാൻ പോകുന്നത് ആൻഡ് ചേഞ്ച് ദ സെക്കൻഡ് നമ്പർ ഓഫ് ദ ബോട്ടം റോ ടു സം നമ്പർ അതർ ദാൻ 1 or 2. 2 എടുക്കാൻ പാടില്ല, 3 എടുക്കാൻ പാടില്ല, 1 എടുക്കാൻ പാടില്ല, 2 എടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ഓൾറെഡി ചെയ്തില്ലേ, ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലേ അത്. അപ്പൊ അത് എടുക്കാനായിട്ട് പാടില്ല. ആൻഡ് കമ്പ്യൂട്ട് ദ അതർ നമ്പേഴ്സ്, ബാക്കി ഏതെങ്കിലും ഒരു സംഖ്യ, 1 or 2 ഒഴിച്ച് വേറെ ഏതെങ്കിലും സംഖ്യ ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. മുകളിലത്തെ നമ്പർ ഇനിയും, അതായത് ഇനി അടുത്ത നമ്പർ വെച്ച് ചെയ്താലും 50 തന്നെ കിട്ടുമോ? ഇസ് ദ ടോപ്പ് മോസ്റ്റ് നമ്പർ സ്റ്റിൽ 50? ഏറ്റവും ഉയർന്ന സംഖ്യ ഇപ്പോഴും 50 ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അപ്പൊ ആദ്യം തന്നെ ഒരു ഗോപുരം വരച്ചേ. ഗോപുരം വരച്ചെടുത്ത് എല്ലാവരും. യെസ്, ആദ്യത്തേല് 4 കോളമാണ് വരണ്ടേ അല്ലേ. ഓക്കെ ആണല്ലോ. യെസ്, ഓക്കെ. യെസ്, അപ്പൊ നമുക്ക് 10 അങ്ങനെ തന്നെ എഴുതാം അല്ലേ. 10 എവിടേക്ക് ഉണ്ട്? ഈ അറ്റത്ത് 10 ആണ് അല്ലേ. ഈ അറ്റത്തും അങ്ങേ അറ്റത്തും 10 ആണ്. ഇനി വേറെ എവിടെയാ 10 വരുന്നത്? ഈ നടുക്കലത്തേല്, സെക്കൻഡില് നടുക്കലത്തേല് 10 ആണ്. 10 കൊടുത്തു എല്ലാവരും. ഇനി രണ്ടാമത്തെ നമ്പർ 1 എടുക്കാൻ പാടില്ല, 2 എടുക്കാൻ പാടില്ല. അപ്പൊ മറ്റൊരു സംഖ്യ എടുക്കാം. ആരാ പറയുന്നേ? ആ സംഖ്യ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാം. തെരേസ. യെസ്, സംഖ്യ പറയാന്ന് പറയുന്നത് തെരേസ ഞാൻ പറയാന്ന് പറയുന്നുണ്ട്. പറഞ്ഞോ, തെരേസ പറയുന്ന നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇവിടത്തെ? അതായത് 1 or 2 ഒഴിച്ച് ഏത് സംഖ്യ വേണമെങ്കിലും ഇഷ്ടമുള്ളത് പറഞ്ഞോ. 3 എടുക്കാന്നാ പറയുന്നത്. 3 മതിയാ? ഓക്കെ ആണ് എല്ലാവർക്കും? തെരേസയോടൊപ്പം പോവാം. അപ്പൊ ഗുരുജി പ്ലീസ് ലോക്ക് 3 അല്ലെ. 3 കൊടുക്കാം നമുക്ക്. അപ്പൊ നമ്മൾ 3 ആണ് കൊടുക്കാൻ പോകുന്നത്. യെസ്, ധനം 3 എന്ന് കൊടുത്തു. 3 എന്ന് കൊടുത്തു. ഓക്കെ ആണോ? ഇനി മുകളിലത്തേക്ക് നമുക്ക് കൂട്ടി പോവാലോ. കൂട്ടി പരിപാടി തുടങ്ങാം. യെസ്, വിളിച്ചോ സാറേ. ജോഷുവ കുട്ടാ, ദേ നമ്മുടെ ഇവിടെ മുകളിൽ വരേണ്ട എത്രയാ? ഞാൻ ഈ സർക്കിൾ ചെയ്തേക്കണോടത്ത് 13. മിടുക്കൻ. എങ്ങനെയാ? നമുക്ക് 10ഉം 3ഉം കൂടി അങ്ങോട്ട് കൂട്ടിയെടുത്താൽ മതി. ദാറ്റ് ഈസ് 13. ഓക്കെ ആണല്ലോ. യെസ്,
ഇനി അടുത്തതിൽ നമ്മുടെ ബോട്ടം റോയിൽ തന്നെ അടുത്തൊരാൾ കണ്ടുപിടിക്കാനുണ്ട് അല്ലെ. 10 10 ഉണ്ടായിരുന്നു, 3 ഇപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തു. ഈ ഇട്ടിരിക്കുന്ന വട്ടം, ഈ വട്ടത്തിൽ വരേണ്ട ആളാരാ? ആരാ പറയുന്നേ? ആൽവിയോ. ഓക്കെ, 7. യെസ്. എങ്ങനെയാണ് 7 കിട്ടിയത് കുട്ടാ? ഒന്ന് പറഞ്ഞേ. എന്താണ്? ബാക്കി 7 ഇട്ട് കൊടുത്താൽ മതി, അത്രേ ഉള്ളൂ. വെരി ഗുഡ്, മിടുക്കൻ. ഓൾറെഡി 10 ആണ് നമുക്ക് സമ്മ് ടോട്ടൽ കിട്ടേണ്ടത്. നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു 3 കയ്യിലും ഉണ്ട് അല്ലെ. അപ്പൊ ബാക്കി എത്രയായിരിക്കണം വേണ്ടത്? 7 ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പൊ താഴത്തേക്ക് എഴുതിക്കോ. 7 ആണ് നമുക്ക് താഴത്തെ ആ ഒരു ബ്ലാങ്കിൽ ഫിൽ ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഇനി മുകളിലത്തെ എഴുതാലോ. ആരാ പറയുന്നേ? ആൻമി പറഞ്ഞേ. നമ്മുടെ നേരത്തെ ആൻമി. 17. വെരി ഗുഡ്. 10 + 17, സോറി 10 + 7 17 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? യെസ്. ഇനി അടുത്തത് 3 എണ്ണമാണ് ഫിൽ ചെയ്യാനുള്ള. എല്ലാവരും പെട്ടെന്ന് ഫിൽ ചെയ്തേ. ഇത് 2 എണ്ണം ഉണ്ട്. ഈ മുകളിലത്തെ ഏറ്റവും ടോപ്പിലെയും ചെയ്യാനുണ്ട്. 50 തന്നെ കിട്ടിയെങ്കിലും ടാറ്റ വന്നേ. 50 തന്നെ കിട്ടുമോ എന്നായിരുന്നു ചോദ്യം. യെസ്, കുറെ പേർക്ക് അത് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. 13 + 10 എത്രയാണ്? 23 എന്ന് വന്നല്ലേ. 23 ആണെങ്കിലും ഒന്ന് ടാറ്റ വന്നേ. 10 + 13 23 എല്ലാവർക്കും കിട്ടിയില്ലേ? യെസ്, വെരി ഗുഡ്. ഇനി 10 + 17 ദാറ്റ് ഈസ് 27 അല്ലേ. 10 + 17 27. 23 27 കൂടി കൂട്ടുമ്പോൾ നമുക്ക് ടോപ്പിൽ എന്തായാലും എന്ത് കിട്ടും? 50 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പൊ ടോപ്പിൽ നമുക്ക് 50 കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത് നമ്മൾ എഴുതണം. ഈസ് ദ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് സ്റ്റിൽ 50 എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് പറയണം? നമ്മുടെ ആൻസറിൽ എന്ത് വേണം? യെസ്, ദ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് സ്റ്റിൽ 50. ഇപ്പോഴും മുകളിലത്തെ സംഖ്യ 50 ആണ് എന്ന് എഴുതണം. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഇപ്പോ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നമ്മളത് എന്താ പറയാ, കൺഫേം ആയിട്ട് പറയണം. ആണെങ്കിൽ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അല്ലെന്ന് പറയണം. ഓക്കെ ആണോ? പറഞ്ഞ കാര്യം ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഇഷ്ടപ്പെട്ടോ? ടവർ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം, ടവർ കൊള്ളാം. അതായിരുന്നു സാറേ മൈലാഞ്ചി ഇട്ട് ടാറ്റ മുകളിൽ. അനവധ്യ. അത് മൈലാഞ്ചി എന്നുള്ളത് അല്ലെന്ന് തോന്നുന്നു. തേനിൽ ഈക്കടിച്ചതാണെന്ന് തോന്നുന്നത്. അനവധ്യ കാണിച്ചു ഒന്നുകൂടി കാണിച്ചേ. ടാറ്റ വന്നപ്പോഴാണ് മൈലാഞ്ചിയാണ്. മൈലാഞ്ചിയാണ് അത്. കാരണം ഞാൻ പറഞ്ഞില്ല സാറേ ഇത് പേരാണ് അല്ലാന്ന്. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. എന്തോ പറയാനുണ്ട്. എന്താണ് കയ്യിൽ കാണുന്നത്? മൈലാഞ്ചിയാണോ? വിശ്വസിക്കാൻ. ഓക്കെ, എന്തായിരുന്നു പരിപാടി? എന്തെങ്കിലും ഉണ്ടായോ? എന്താണ് പരിപാടി? എന്തായിരുന്നു? അമ്പലത്തിൽ പ്രതിഷ്ഠ. കൊള്ളാം. തന്നെ ഇട്ടതാണോ അത്? അല്ല, പിന്നെ ആരാ? എല്ലാത്തിനും അച്ചടി ഭാഷയിലുള്ള ആൻസർ അല്ല. അതെ, പിന്നെ എവിടെ ആരിട്ടതാണ്? പറയൂ. ചേച്ചി ഇട്ട് കൊടുത്താണ്. എല്ലാത്തിനും 2 വാക്കിലെ ഉത്തരവുള്ള ആൾക്ക്. അതെ, അല്ല, ചേച്ചി. ഓക്കെടാ, മ്യൂട്ട് ചെയ്തോ. അപ്പൊ നമുക്ക് എന്താണ് 50 എന്ന് മുകളിലത്തിന്റെ ആൻസർ കിട്ടി. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ഇനിയാണ് നമ്മുടെ പരിപാടി. ഇത്രയും നേരം നമ്പർ വെച്ചിട്ടായിരുന്നു, അത് ചെയ്യാവുന്നതേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇനിയാണ് നമ്മുടെ ടോപ്പിക് വരുന്നത്. എക്സ്പ്ലെയിൻ ദ റീസൺ ഫോർ ദിസ് യൂസിങ് ഓൾജിബ്ര. എന്തുകൊണ്ടായിരിക്കാം ഇപ്പോഴും 50 വരുന്നത് എന്നുള്ളത് എന്തുപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്യണം? ബീജഗണിതം ഉപയോഗിച്ച് നമ്മൾ വിശദീകരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. യെസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ നേരത്തെ പാറ്റേൺ ഏതായിരുന്നു? നമുക്ക് താഴെ വന്നിരുന്ന ഒരാളുണ്ടായിരുന്നില്ലേ? 10 ആണ് കോമൺ ആയിട്ട് താഴെ വന്നിരുന്നത് ആണല്ലോ. 10 നമ്മൾ എപ്പോഴും ആദ്യം എടുക്കും അല്ലെ. 10 ഇവിടെ മാറ്റൂല. ബാക്കി 1 2 3 നമ്പേഴ്സിനെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞു. 10 മാറ്റൂല ആണല്ലോ. 10 മാറ്റൂല. അപ്പൊ ഞാൻ ഈ ടവർ ഒന്ന് എടുത്ത് വരയ്ക്കുന്നുണ്ട്. ടവർ താഴത്തേക്ക് ഒന്ന് വരയ്ക്കാം. 10 നമുക്ക് ഇപ്പൊ കിട്ടിയ നമ്പർ വെച്ചിട്ട് ചെയ്യാം. 10 3 7 10 ഇതായിരുന്നില്ലേ താഴത്തെ? യെസ്. ഇനി ഞാൻ തൊട്ട് മുകളിലത്തെ എഴുതാം. 13 10 17 ആണല്ലോ. യെസ്, 13 10 17. ഇനി അതിന് തൊട്ട് മുകളിലത്തെ 23 27. ഇനി ഏറ്റവും മുകളിലത്തെ 50. ഇതാണ് നമ്മുടെ നമ്പർ ഫോമിലുള്ള ടവർ അല്ലെ. നമ്പർ ഫോമിലുള്ള ടവർ ഇതാണ്. ഇനി നമ്മൾ ഇതിനെ എന്തിലേക്ക് മാറ്റണം? ഓൾജിബ്രയിലേക്ക് മാറ്റണം. എന്താണ്? ഓൾജിബ്രയിലേക്ക് മാറ്റണം. ഓൾജിബ്രയിലേക്ക് മാറ്റുമ്പോഴേ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, 10 എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് നമ്പർ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ള നമുക്ക് അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് 10 ആണ്. ആ 10ന് നമ്മൾ എന്ത് കൊടുക്കും മക്കളെ? എക്സ് എന്ന് വാല്യൂ കൊടുക്കണം. എന്താണ്? എക്സ് എന്ന് വാല്യൂ കൊടുക്കണം. നമ്മൾ ഓൾജിബ്ര ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സും വൈയും നമ്മുടെ 2 ചേട്ടന്മാര് നമ്മുടെ കൂടെ വരും അല്ലേ. 10 എന്ന് പറയുന്നതിന് എന്ത് വാല്യൂ കൊടുക്കണം? എക്സ് എന്ന് വാല്യൂ കൊടുക്കണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ. എന്താ സാറേ വെള്ളക്കിട്ട് അവിടെ നിന്ന് കൈ വീശുന്നത്? ഐഷ അവിടെ വന്നിരുന്നേ. എഴുന്നേപ്പിട്ട് നിർത്തിയേക്കാണോ? നല്ല നടപ്പുകാരനോ അല്ലെ? അവിടെ നിന്നോ.
അത് ഞാൻ അറിഞ്ഞില്ല, നല്ല നടപ്പുകാരൻ നിർത്തിയേക്കണം അവിടെ. ഓക്കെ, അപ്പോൾ 10 ഈസ് ഈക്വൽ ടു 10 നമ്മൾ എന്ത് പേര് കൊടുക്കുന്നത്? എക്സ് എന്ന് പേര് കൊടുക്കുന്നത്. ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മൾ ഇപ്പം എടുത്ത ആളില്ലേ മക്കളെ, പുതിയതായിട്ട് നമ്മൾ എടുത്ത ആളാരാണ്? പുതിയ നമ്മളിപ്പോൾ നമ്പർ എടുത്തത് നമ്മുടെ തെരേസ പറഞ്ഞിട്ട് എടുത്തൊരു നമ്പർ ഉണ്ടായിരുന്നത് ഇതാണ് 3 എന്ന് പറയുന്ന നമ്പർ. 3 എന്ന് പറയുന്ന നമ്പറിന് നമ്മൾ എന്ത് പേര് കൊടുക്കാൻ പോവാന്നറിയോ? വൈ എന്ന് പേര് കൊടുക്കാൻ പോവാ. അപ്പം ഇത് മറ്റൊരു കളറിൽ കൊടുക്കാം, ഓറഞ്ച് എടുക്കാം മക്കളെ, എക്സും വൈ. ഓക്കെ ആണോ സാർ? ആരാണ് സാർ എന്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത്? ഇത് ഇങ്ങനെ ഇരിക്കുന്നത്? ആ, എയ്ബലി എന്ത് പറ്റി? ഒരു സങ്കടം ഉണ്ടല്ലോ അവന്റെ മുഖത്ത്. എയ്ബലി എന്താണ്, ഉറക്കപ്പിച്ചാണോ? ഉറക്കക്ഷീണമാണെന്ന്. ഇന്ന് രാവിലെ എണീക്കേണ്ടി വന്നു. ക്ലാസ്സിൽ ഇന്നുണ്ട്. ആ, ഉഷാറായിട്ടിരുന്നേ. ഓക്കെ, അപ്പൊ നമ്മള് 10-ന് എക്സ് എന്ന് വാല്യൂ കൊടുത്തു, 3-ന് വൈ എന്ന് വാല്യൂ കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ 7-ഉം 10-ഉം ഇനി മുകളിലേക്ക് എല്ലാം ഈ ഒരു നമ്പറിന്റെ ബേസിസിലാണ് ചെയ്തു പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ പുതിയ ടവർ വരയ്ക്കാൻ പോവാണെങ്കിൽ പുതിയ ടവർ നമുക്ക് വരയ്ക്കാം. ഏറ്റവും ആദ്യം ഏതാണ് കൊടുക്കേണ്ടത്? എക്സ് ആണ് കൊടുക്കേണ്ടത്. 10-ന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? മറ്റത്തുനിന്ന് എക്സ് കൊടുക്കാം. ഇനി 3-യുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? വൈ കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഞാൻ അത് കൊടുത്തു, എക്സും വൈയും കൊടുത്തു. ഇതുപോലെ തന്നെ ചെയ്തു നോക്കോ, നമുക്ക് ഒന്നിച്ച് ചെയ്യാം. എക്സും വൈയും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 10-ന്റെ സ്ഥാനത്ത് നമ്മൾ എക്സ് കൊടുത്തു, 3-ന്റെ സ്ഥാനത്ത് നമ്മൾ വൈ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 7-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറ്റും? 7 എങ്ങനെ കൊടുക്കാം നമുക്ക്? 7 ആരാ പറയുന്നത് സാറേ? നീരജ് പറഞ്ഞേ, 7-ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 7 എങ്ങനെ കണ്ടുപിടിക്കും? 10 എക്സ് ആണ്, 3x ആണോ? അപ്പൊ 30 ആയി പോയില്ലേ? 3x എന്ന് പറയുമ്പോൾ 3 × 10 ആയി പോയില്ലേ? അപ്പൊ 30 ആയില്ലേ ആൻസർ? നമുക്ക് 7 കിട്ടണം. 7 കിട്ടാൻ നമ്മൾ നേരത്തെ എന്താ ചെയ്തേ? 10-ന്ന് 3 കുറച്ച് 7 ആയില്ലേ? മനസ്സിലായി മക്കളെ? 10-ന്ന് 3 കുറച്ച് 7 ആയി. ഇവിടെ 10-ന് പകരമുള്ള സംഖ്യ അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? എക്സ് ആണ്. 3-ന് പകരം നമ്മൾ കൊടുത്തിരിക്കുന്ന പേരെന്താണ്? വൈ ആണ്. അപ്പൊ ആൻസർ എത്രയാ? ആൻസർ എന്താ? എക്സ് മൈനസ് വൈ. ശ്രദ്ധിച്ചേ, അതായിരിക്കും കുറച്ചു പേർക്ക് അങ്ങോട്ട് ദഹിക്കാത്തത്. നോക്കിക്കേ, നമ്മൾ 10-ന് കൊടുത്ത വാല്യൂ എക്സ് ആണ്, 3-ന് കൊടുത്ത വാല്യൂ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ 7 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? നമ്മൾ 10-ൽ നിന്നും 3 കുറച്ചാലാണ് നമുക്ക് 7 കിട്ടുക. അപ്പൊ നമ്മൾ 10-ന് പകരം കൊടുത്തിരിക്കുന്ന എക്സും 3-ന് പകരം കൊടുത്തിരിക്കുന്ന വൈയും കൊടുക്കുക താഴത്ത്. എക്സ് മൈനസ് വൈ എഴുതിക്കേ. നമ്മുടെ അടുത്ത ആള് എക്സ് മൈനസ് വൈ ആണ്. അറ്റത്തിന് ആര് വരും? ഒരാളും കൂടിയാണ് അറ്റത്ത് വരേണ്ടത്. അതാരാ പറയുന്നേ? ആരോണി പറഞ്ഞേ, അറ്റത്ത് വരുന്ന ആളാരാ? എക്സ് പ്ലസ് വൈ ആ. അതിപ്പോ എവിടെ നിന്ന് കിട്ടിയേ? അറ്റത്ത് എടുക്കുന്ന നമ്പർ ആരാ? 10. ഇവിടെ 10-ന് നമ്മൾ കൊടുത്തിരിക്കുന്ന ആളാരാ? എക്സ്. പിന്നെ എങ്ങനെ എക്സ് പ്ലസ് വൈ വന്നേ? എടാ കള്ള, എങ്ങനെ? അപ്പൊ ഏതാ കിട്ടണ്ടേ? ആൻസർ പറഞ്ഞേ. എക്സ്. തെറ്റിക്കല്ലേ? എക്സ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് 10 ആണ്, 10-ന്റെ വാല്യൂ എക്സ് ആണ്. താഴത്തേക്ക് ഇറക്കി എഴുതി. ഓക്കെ ആണോ? ക്ലിയർ ആണോ? യെസ്. ഓക്കെ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ തെറ്റിച്ചേ. ഓക്കേക്കാരൻ. ഓക്കെ, നമ്മൾ വരച്ചു. ഓക്കെ, ഇനി മുകളിലേക്ക് ചെയ്യണം കേട്ടോ. മുകളിൽ നോക്കിയ മക്കളെ 13 ആണ് നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്. 13 നമുക്ക് ഇത് നോക്കാം, എങ്ങനെ 13 കണ്ടുപിടിക്കാൻ നോക്കാം. 13 ഈസ് ഈക്വൽ ടു ആരാ പറയുന്നത് സാറേ? വൈഗ. യെസ്, വൈഗ എന്ന് പറഞ്ഞേ. 13 കിട്ടാൻ നമുക്ക് ഏതൊക്കെ തമ്മിൽ ആഡ് ചെയ്യണം? ഈ മുകളിലത്തെ 13 കിട്ടാൻ നമ്മൾ ഏതിനൊക്കെ തമ്മിൽ ആഡ് ചെയ്ത്? ഇവിടെ 10 3. അപ്പൊ അത് ഓൾജിബ്രിക് ഫോമിൽ പറഞ്ഞേ. 10 + 3 ഓൾജിബ്രിക് ഫോമിൽ പറഞ്ഞേ. എക്സ് പ്ലസ് വൈ. അത്രേ ഉള്ളൂ. നേരത്തെ നമ്മുടെ പയ്യൻ പറഞ്ഞത് ഇവിടെയാണ് വരേണ്ടത്. 10 + 3 എക്സ് പ്ലസ് വൈ. നേരത്തെ നമ്മൾ കുറച്ചു, ഇവിടെ നമ്മൾ കൂട്ടി. അപ്പൊ മുകളിലേക്ക് എഴുതിക്കോ, എക്സ് പ്ലസ് വൈ. ഇവിടെ വരേണ്ടത് എക്സ് പ്ലസ് വൈ ആണ്. എക്സ് പ്ലസ് വൈ. ഇനി അടുത്ത നമ്പർ എത്രയാണ് മക്കളെ? 10 ആണ് വന്നിരിക്കുന്നത്. 10-ന് നമ്മൾ എന്താ കൊടുക്കുക? ആരാ പറയുന്നേ? ദർശൻ. 10-ന് നമ്മൾ എക്സ്. യെസ്, വെരി ഗുഡ്. എക്സ് എന്നങ്ങോട്ട് കൊടുത്താൽ മതി, അതിനെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. ഇനി അടുത്തതിൽ നോക്കിയാൽ മക്കളെ 17 ആണ് അടുത്തത്. എന്താണ്? 17. ശ്രദ്ധിക്കാം, നമുക്ക് 17 എങ്ങനെ ചെയ്യാൻ നോക്കാം. 17 ഞാൻ മുകളിൽ എഴുതുവാണേ. 17ന്റെ കാര്യത്തിൽ നോക്കിയാൽ മക്കളെ 17 ഏതൊക്കെ തമ്മിൽ കൂട്ടിയപ്പോഴാണ് 17 കിട്ടിയേ? 7ഉം 10ഉം കൂടി കൂട്ടിയപ്പോഴാണെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. 17 മുകളിലത്തെ കിട്ടിയത് ഇവിടുത്തെ 7ഉം ഈ 10ഉം കൂടി കൂട്ടിയപ്പോഴാണ്. 7-ന് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ എത്രയാണ്? 7-ന് നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂ ആരാ പറയുന്നേ? ആര്യൻ ഒന്ന് പറഞ്ഞേ. 7-ന് നമ്മൾ കൊടുത്ത വാല്യൂ എത്രയാ? എക്സ് മൈനസ് വൈ ആണ്. ആൻഡ് 10-ന് നമ്മൾ കൊടുത്തത് ഏതാണ്? ആര്യൻ തന്നെ പറഞ്ഞോ.
എക്സ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ കൂട്ടുന്നത്, അതായത് 7 + 10 ചെയ്യുന്നത് പോലെ തന്നെ 7ന്റെ സ്ഥാനത്തുള്ള എക്സ് മൈനസ് വൈയും 10ന്റെ സ്ഥാനത്തുള്ള എക്സും തമ്മിൽ വേണം കൂട്ടാൻ. കറക്റ്റ് ആയിട്ട് എഴുതി വെച്ച മക്കളെ ഇതുപോലെ തന്നെ എഴുതട്ടാ. 17 = 7 + 10. 7ന് പകരം നമ്മളിവിടെ 7ന് പകരം കൊടുത്തിരിക്കുന്നത് എക്സ് മൈനസ് വൈ ആണ്. ആ എക്സ് മൈനസ് വൈ കൊടുക്കുന്നു. ആൻഡ് അതിനുശേഷം 10ന് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പൊ എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ്, നമുക്ക് അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ, എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ എന്നൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് എക്സ് മൈനസ് വൈ എന്നൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. എക്സ് പ്ലസ് എക്സ് എത്രയാ, ആരാ പറയുന്നേ? ആർദ്ര. യെസ്, ആർദ്ര ഒന്ന് പറഞ്ഞേടാ. എക്സ് പ്ലസ് എക്സ്, എക്സും ഒരെക്സും മറ്റൊരു എക്സും കൂടി കൂടിയാ 2x. വെരി ഗുഡ്. 2x മൈനസ് വൈ, വൈനെ കൊണ്ട് കളയരുതിട്ട് ആരും. എക്സ് ഉണ്ട്, എക്സ് മൈനസ് വൈ പ്ലസ് എക്സ് എന്നായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് ഒരേപോലെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്തു, ഒരേ ഗ്രൂപ്പ് ആക്കി വെച്ചു അല്ലെ. ഒരേ ആൾക്കാരെ നമ്മൾ ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചു, ദാറ്റ് ഈസ് എക്സ് പ്ലസ് എക്സിനെ ഒരു ടീം ആക്കി വെച്ചു. എന്നിട്ട് മൈനസ് വൈ തൊട്ടപ്പുറത്ത് കൊടുത്തു. എക്സും എക്സും കൂടി കൂട്ടി എത്രയാണ്, 2x ആണ് വരേണ്ടത്. 2x മൈനസ് വൈ എന്ന് വരും. ഓക്കെ ആണോ? എഴുതാമോ നമുക്ക് ഇങ്ങോട്ടേക്ക്? 2x മൈനസ് വൈ, 2x മൈനസ് വൈ. ഓക്കെ, ഇനി തൊട്ട് മുകളിലത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇനി നമ്മൾ ഇവരെ നോക്കണം എന്നില്ല, നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൂട്ടി കൂട്ടി പോവാലോ. എക്സ് പ്ലസ് വൈയും എക്സും കൂടി കൂട്ടണം. തൊട്ടപ്പുറത്ത് എക്സ് പ്ലസും 2x മൈനസ് വൈയും കൂടി കൂട്ടണം. ഒന്ന് നോക്കിക്കേ, മുകളിലത്തെ ടവർ നമുക്കൊന്ന് വരച്ചിട്ട് നോക്കാം. എന്താണ് മക്കളെ ചെയ്യേണ്ടത്? എക്സ് പ്ലസ് വൈയും എക്സും കൂടി കൂട്ടണം. തന്നെ ഒന്ന് കൂട്ടി നോക്കി. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. യെസ്, വെരി ഗുഡ്. എക്സ് ആൻസർ അല്ലേ സാറേ ഇട്ടത്? എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്, എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. ഇനി തൊട്ടപ്പുറത്താണെങ്കിലോ എക്സ് പ്ലസ് 2x മൈനസ് വൈ, എക്സ് പ്ലസ് 2x മൈനസ് വൈ, എക്സ് പ്ലസ് 2x മൈനസ് വൈ. ആരാ പറയുന്നേ? ഐഷ. ഐഷ ഇരുന്നല്ലോ. ഇപ്പൊ അങ്ങനെ ഇരുന്നോളൂ, മിസ്സിനെ എണീപ്പിക്കല്ലേ. എന്താണ് ആദ്യത്തെ പറയടാ. എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ്. 2x പ്ലസ് വൈ. ശ്രദ്ധിച്ചേ മക്കളെ, നമ്മൾ ആദ്യം എക്സും എക്സും കൂടി കൂട്ടാം. എക്സും എക്സും കൂടി കൂട്ടിയാൽ 2x ആണ്, പിന്നെ ഒരു പ്ലസ് വൈ ഇട്ട് കൊടുക്കുക. 2x പ്ലസ് വൈ. ക്ലിയർ ആണെങ്കിൽ ടാറ്റ തന്നെ. 2x പ്ലസ് വൈ. ഓക്കെ ആണോ? ഇനി താഴത്തേക്ക് നോക്കൂ, അതാരാ പറയുന്നേ? ടിയോൺ. പറഞ്ഞിട കൂട്ടാ. രണ്ടാമത്തിൽ എങ്ങനെ വരും? 3x minus y. വെരി ഗുഡ്, മിടുക്കി. 3x മൈനസ് വൈ. എങ്ങനെയാണ് നോക്കി? എക്സും 2xും, എക്സും 2xും കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? ഓൾറെഡി നമ്മുടെ ഒരു എക്സ് ഉണ്ടായിരുന്നു, അതിനോടൊപ്പം വീണ്ടും 2xും കൂടി വന്നു എന്ന് പറയുമ്പോൾ എത്രയും മൊത്തത്തില് 3x ആയി മാറി. എത്ര എക്സ് ഉണ്ടായി? 3x ആയി മാറി. പിന്നെ ഒരു വൈയും കൂടി ഇട്ട് കൊടുക്കാം. മൈനസ് വൈ ആണ്, അപ്പൊ 3x മൈനസ് വൈ എന്ന് വരും. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് എഴുതാലോ, ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യാലോ. യെസ്, 2x പ്ലസ് വൈയും 3x മൈനസ് വൈയും, 2x പ്ലസ് വൈയും 3x മൈനസ് വൈയും. ഇനി മുകളിലത്തേല് 5ഉമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ നോക്കി. മുകളിലത്തെ ടവറിൽ 5ഉമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ടെന്ന് കുറെ പേര് പറയുന്നുണ്ട്. യെസ്, ഇനി എന്ത് ചെയ്യണ്ടേ? ഈ രണ്ട് ആൾക്കാരെ തമ്മിൽ കൂട്ടാം. 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ, 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ. ഓക്കെ, 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ, 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? എക്സിന്റെ ടേംസിനെ നമുക്ക് ഒന്നിച്ചെഴുതാം. എക്സിന്റെ ടേംസിനെ ഒന്നിച്ചെഴുതാം. 2x പ്ലസ് 3x. പ്ലസ് 3x വരാൻ കാരണം നമുക്ക് 3xന്റെ ഫ്രണ്ടിൽ എന്താണ്? പോസിറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ പ്ലസ് 3xനെ ഒന്നിച്ച് ഇങ്ങോട്ട് എടുക്കും കേട്ടോ. ഒന്നിച്ച് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു. ഇനി എന്താണ്? പ്ലസ് വൈയും മൈനസ് വൈയും. എന്താണ്? ഇവിടുത്തെ ഒരു പ്ലസ് വൈ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മൈനസ് വൈ ഉണ്ട്. ഓക്കെ, ഞാൻ ഒന്നുകൂടി മുകളിൽ എഴുതി കാണിച്ചു തരാവേ. ഈ ടവർ ഒന്ന് മായ്ച്ചിട്ട് ഞാൻ മുകളിൽ ഒന്നുകൂടി വൃത്തിയായിട്ട് എഴുതി കാണിച്ചു തരാം. ലാസ്റ്റ് ആരെയൊക്കെ തമ്മിൽ കൂട്ടേണ്ട മക്കളെ? നമുക്ക് 2x പ്ലസ് വൈ പ്ലസ് 3x മൈനസ് വൈ ഉണ്ട് ആണല്ലോ. നമ്മൾ എക്സിന്റെ ടേംസിനെ മാത്രം ആദ്യം എടുത്തെഴുതുന്നു. ദാറ്റ് ഈസ് എങ്ങനെ വരും? ആദ്യം എക്സിന്റെ ടേംസിന് എടുക്കുമ്പോൾ 2x പ്ലസ് 3x. ഇതുവരെ ഓക്കെ ആണെങ്കിൽ ടാറ്റ വന്നേ. എക്സിന്റെ ടേംസിനെ മാത്രം കൂട്ടുന്നു, അവരെ മാത്രം നമ്മൾ ഒന്നിച്ചെടുത്ത് എഴുതുന്നു. ഇനി അതിനുശേഷം അടുത്ത ആൾക്കാർ ആരൊക്കെയാ? പ്ലസ് വൈ ഉണ്ട്. അപ്പൊ നമ്മൾ പ്ലസ് വൈനെ ഇങ്ങോട്ടേക്ക് എടുത്തു. മൈനസ് വൈ ഉണ്ട്, മൈനസ് വൈനെ നമ്മൾ താഴത്തേക്ക് അവസാനത്തേക്ക് എടുത്തു. ഓക്കെ ആണോ? ഇനി നമ്മൾ നോക്കിക്കേ, പ്ലസ് വൈ മൈനസ് വൈ, പ്ലസ് 1 മൈനസ് 1ന്റെ ആൻസർ എത്രയാ? പ്ലസ് 1 മൈനസ് 1 പോസിറ്റീവിൽ നിന്നും നെഗറ്റീവ്, അല്ലെങ്കിൽ 1 മൈനസ് 1 എത്രയാ?
1 - 1 ഒന്ന് കൈ കൊണ്ട് കാണിച്ചേ. 1 - 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 0 ആണ് വരേണ്ടത് അല്ലേ? 0 ആണ് വരേണ്ടത്. അപ്പൊ അതുപോലെ തന്നെ +y - y എന്തായി മാറി? 0 ആയി പോയി. അവരെ നമ്മൾ കട്ട് ചെയ്തു. ഒരേ നമ്പേഴ്സ് ആഡും ലെസ്സും വന്നു കഴിഞ്ഞാൽ എന്തായി മാറും? അത് 0 ആയി മാറും. ഇനി എന്ത് മാത്രമേ ഉള്ളൂ? 2x ഉം 3x ഉം കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ ആൻസർ എത്രയാണ്? ആരാ പറയുന്നേ? ക്രിസ്റ്റീൻ. 2x + 3x എത്ര വരും അപ്പൊ ആൻസർ? 2x-നോട് 3x കൂട്ടിയാൽ എത്ര x ആയ കുട്ട അവിടെ? 2x ഉണ്ടായിരുന്നു, അതിനോട് കൂടെ 3x കൂടി വന്നു. അപ്പൊ മൊത്തത്തിൽ ഇപ്പൊ എത്ര x ആയി? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. 5x. അത് തന്നെ എത്ര ഉള്ളൂ? യെസ്, 5x ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? എന്താണ് മക്കളെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 മിഠായി ഉണ്ടായിരുന്നു, 3 മിഠായും കൂടെ നമ്മൾ എവിടെ നിന്ന് ഒപ്പിച്ചു? അപ്പൊ എത്ര? 5 മിഠായി ആയില്ലേ? അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മാത്രം മതി. 2x + 3x. ഇവിടെ x വരുന്നുണ്ടെന്ന് മാത്രം. അപ്പൊ മുകളിലേക്ക് എഴുതാലോ നമുക്ക്. 5x. നോക്കിക്കേ മക്കളെ, ഇതൊരു 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ലേ? 5x 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നില്ലേ? ഓക്കെ ആണോ? 50 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 5x എന്ന് പറയുന്നതും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ ആണെങ്കിൽ ടാറ്റ തന്നേ. കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ തന്നേ. ഓക്കെ ആണോ? യെസ്. ഡൗട്ട് ഉള്ളവർ ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. യെസ്. അപ്പോൾ വൃത്തിയായിട്ട് എഴുതി വെച്ച എല്ലാവരും. എഴുതി കഴിയാത്തവരൊന്ന് കംപ്ലീറ്റ് ചെയ്തേ. നെവിനെ എഴുതുന്നില്ലേ? എന്താണ് വേറെ ഞൂട്ടുണ്ടോ അവിടെ? നെവിൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നെവിൻ, എന്തുവാ എഴുതിക്കൊണ്ടിരിക്കണ അവിടെ? ആളേതാണ് സാറേ, ഒന്ന് കാണിച്ചു തരുമോ? ആ, നെവിനെ സംസാരിച്ചേ. വേറെ എന്തെങ്കിലും എഴുതുന്നുണ്ടോ അവിടെ? വേറെ നോട്ട് വല്ലതും ഉണ്ടോ? ഇല്ല. അതെന്തുവാ അത്? ഇത് തന്നെയാണോ എഴുതിയിരിക്കുന്നത്? ടവർ വരച്ചേക്കണേണോ അത്? വരച്ചപ്പോ ചെറുതായി പോയതാന്ന്. ഇതല്ലേ നമ്മുടെ ജലദോഷമുള്ള നെവിൻ. മോനെ വേറെ നോട്ട് എഴുതല്ലേടാ. മാത്സ് പഠിച്ചോണ്ടിരിക്കുന്നതിൽ വേറെ പരിപാടിക്ക് പോലെ നീ. ഓക്കെ, യെസ്. അപ്പോ ചെയ്ത് കഴിഞ്ഞല്ലോ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ഇതിനകത്തെ 4ാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഈ ഒരു ചാപ്റ്ററിലെ പ്രശ്നം അതാ, ഒരു ക്വസ്റ്റ്യൻ ഒരു 4-5 സബ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ, നോക്കിക്കേ മക്കളെ. ഫിൽ ഇൻ ദ എംപ്റ്റി സെൽസ് ഓഫ് ദ ടവർ ബിലോ. നമ്മളിപ്പോ ചെയ്തതുപോലെ തന്നെ ഇത് എന്തിലേക്ക് മാറ്റി? എക്സും വൈയും എക്സും ആയിട്ട് തന്നേക്കാം. നമ്മളിപ്പോ ചെയ്ത സാധനം തന്നെ അത് അല്ലേ? ഒന്ന് തന്നെ ചെയ്യാൻ നോക്കിക്കേ എല്ലാവരും. തന്നെ ചെയ്യാൻ നോക്കിക്കേ. ഇപ്പൊ പറഞ്ഞ സംഗതി ഒന്ന് തന്നെ ചെയ്യാൻ നോക്കിക്കേ. നമ്മളിപ്പോ പറഞ്ഞ സംഗതി തന്നെയാണിത്. ഞാൻ നേരത്തെ പോലെ ABCD ഇട്ട് തരാം, അപ്പൊ പറയണേ. അതാണ് സാറേ ഊട്ടി പോയാൽ തുപ്പിയൊക്കെ വെച്ചിരിക്കണേ. ഇത് കൃഷ്ണ അല്ലേ? എന്താണ്, തണുത്തിട്ടാണോ അതോ മുട്ടയടിച്ചൊക്കെയാണോ? ജലദോഷാണോ? മരുന്ന് മേടിച്ചില്ല? എന്നിട്ട് മരുന്ന് മേടിച്ചു. ഓക്കെ ഓക്കെ. ഊട്ടി പോയാലും തൊപ്പിയൊക്കെ വെച്ചിരിപ്പുണ്ട്. ഇതേ മക്കളെ, നിങ്ങളെ കാണാനായിട്ട് നിങ്ങളുടെ പഴയ ഒരാള് വന്നിട്ടുണ്ട്. അതെ അതെ, ദേ വിളിക്കണ്. കേക്കണ്ടോ? കുട്ടിന് ഇതാണെന്ന്. ആ, ഹായ് സർ. അല്ലെങ്കിലും പണ്ടേ ഈ ബോറോസിന് ഒരു സ്നേഹമുള്ളത്. ചെയ്ത മക്കളെ, എഴുതിയോ? എഴുതിയായിരുന്നോ? ദേ ഹായ് സാർ, അടുത്ത ഹായ് സാർ വന്നിട്ടുണ്ട്. പ്രണവ് സാറേ തിരിച്ചു വരുന്നില്ലേ നിങ്ങട്? ഇനി തിരിച്ചു വരണ്ടല്ല. പറഞ്ഞു വിട്ട് ഞങ്ങള്. ഓക്കെ, ചെയ്തായിരുന്നോ മക്കളെ?
യെസ്, ഗുഡ് മോർണിംഗ് ഞാൻ പറഞ്ഞേക്കാം, സാർ പോയി. നോക്കാം നമുക്ക് എയിൽ എത്ര കിട്ടി. എയിൽ നമ്മൾ ഇപ്പൊ ചെയ്ത സംഗതി തന്നെ. ആരാ പറയുന്നേ? വിപിൻ ദാസ്. ആ, x minus y. x minus y. വെരി ഗുഡ്, x minus y. ഓക്കെ, അടുത്തത് ബിയിൽ എത്ര കിട്ടിയത്? അടുത്ത ആള് പറയാം. അർജുൻ. അർജുനെ ബിയിൽ എത്ര കിട്ടി? ബി ബി ബി. അർജുനെ അൺമ്യൂട്ട് ചെയ്തേ. അർജുനെ, അത് ശരി, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ ഓക്കെ ഓക്കെ, പറഞ്ഞോ. ബിയിൽ എത്ര കിട്ടി? എക്സ് പ്ലസ് വൈ. ഓക്കെ, മിടുക്കൻ. അടുത്താണ് സാറേ സി. യദു. യദുക്കുട്ടിനെ തന്നെ വിളിക്കാം, പറഞ്ഞോ. C 2x minus y. സിയില് 2x മൈനസ് വൈ. സിയില് 2x മൈനസ് വൈ വന്നെന്നാണ് പറയുന്നത്. ഇവിടെ x മൈനസ് വൈ ആയിരുന്നില്ലേ? 2x അല്ലേടെ കുട്ടാ? 2x മൈനസ് വൈ. ആ കറക്റ്റ് കറക്റ്റ്, 2x മൈനസ് വൈ. ഓക്കെ, ശരി. അടുത്തതില് ഡി. ഡി എത്ര കിട്ടിയേ? ദേവനന്ദ. യെസ്, ദേവനന്ദ പറഞ്ഞോളൂ. Hello. പറഞ്ഞോ. 2x plus y. യെസ്, 2x പ്ലസ് വൈ. താഴത്ത് നമുക്ക് ഇവിടെ എന്താണ് ഓൾറെഡി 2x ഉണ്ട്, x പ്ലസ് വൈ ഉണ്ടായിരുന്നു. x പ്ലസ് വൈ പ്ലസ് എക്സ്, 2x പ്ലസ് വൈ. ഓക്കെ, വെരി ഗുഡ്. ഇനി ഇയിൽ എത്രയാണ്? ഇയില് ആരാണ് സാറേ പറയുന്നത്? ഇയില് അശ്വിൻ രാജ്. ആ, 3x minus y. 3x മൈനസ് വൈ. ഓക്കെ, മിടുക്കൻ. ഓക്കെ, ലാസ്റ്റത്തെ എഫ്. എഫ് ആരാ പറയുന്നത്? എഫ് ആണ് ഇത് കൂട്ടത്തിൽ ഏറ്റവും പറയാൻ എളുപ്പം അല്ലേ? ഫെന. ഫ്രെന. ഓക്കെ ഓക്കെ, എവിടെ ഫ്രെന? എവിടെ? ആ, ഓ ഓക്കെ ഓക്കെ, അടുത്ത ആളെ വിളിക്കാം. ശ്രേയസ്. ശ്രേയസേ പറഞ്ഞേ, ഏറ്റവും മുകളിലത്തെ എഫ് എത്രയാണ്? ഹലോ, പറഞ്ഞോ. ഏറ്റവും മുകളില് എഫ് എത്ര കിട്ടുന്നേ? 5x. അത് തന്നെ, ഓന്റെ ഒരു പവർ ഉണ്ടല്ലേ സാറേ, അത് തന്നെ 5x. 5x ആണ് നമുക്ക് മുകളിൽ കിട്ടേണ്ടത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? പ്രശ്നമൊന്നുമില്ലല്ലോ? നമുക്ക് സൂപ്പർ ആയിട്ട് ചെയ്തു പോകാൻ പറ്റുന്നില്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും കുറച്ച് നേരം എണീച്ചതേ. ഒരു അരമണിക്കൂറായി ക്ലാസ് തുടങ്ങിയിട്ട്. കുറച്ച് നേരം എണീച്ചതേ. അടുത്ത ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് ബ്രേക്ക് തരാം കേട്ടോ. ഒന്ന് എണീച്ചേ എല്ലാവരും. എല്ലാവരും എല്ലാവരും എണീച്ചേ. ഒന്ന് കൈയും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞേ. എഴുതാനുള്ളൊരു ബാക്കി അത് കഴിഞ്ഞിട്ട് എഴുതാം. എണീക്കൂ. കുറെ പേര് മത്സരിച്ച് എഴുതിക്കൊണ്ടിരിക്കുക അവിടെ. അതാണ് സാർ നമ്മൾ മത്സരിച്ച് എഴുതുന്ന. യൂണിഫോം ഇട്ട ആ കുട്ടി, ആ മുടി 2 വശം കുട്ടി. ദേവനന്ദ. ദേവനന്ദ. അപ്പൊ വേറൊരുത്തൻ താഴ്ത്ത്. ആദിത്യ. ആദിത്യൻ സോമനല്ലേ ഇത്? അല്ല അല്ല അല്ല, മറ്റേ ആദിത്യൻ. ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ, ഇരുന്നോ 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 ഇരുന്നോ. അതെ അതെ, അവരൊക്കെ നമുക്ക് കുറച്ച് ബ്രേക്ക് ചെയ്യേണ്ടി എണീപ്പിച്ചെടുക്കാം. അപ്പിനെ കണ്ടിട്ടുണ്ടാ? ഇഷ്ടായി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. 172-ാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 172-ാമത്തെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. റൈറ്റ് ദ നമ്പേഴ്സ് ഫ്രം 1 to 100 in rows and columns as in the first picture. നോക്കിയ മക്കളെ, നമ്മുടെ ടെക്സ്റ്റിൽ അതേ പിക്ചർ തന്നെയാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തിൽ 10 നമ്പർ, പിന്നെ അടുത്ത 10, അടുത്ത 10, അങ്ങനെ 100 നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? then draw some 9 cell squares in it. അതിനകത്ത് നോക്കിക്കേ, 9 നമ്പേഴ്സ് വരുന്ന കുറച്ച് എന്താ പറയാ, അപ്പൊ 9 നമ്പേഴ്സ് വരുന്ന ഒരു കോളം നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ 3 സ്ക്വയേഴ്സ് നമ്മൾ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ? 3 സ്ക്വയർ കിടക്കുന്നുണ്ടോ? യെസ്. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. മാർക്ക് ദ മിഡിൽ നമ്പർ ഓഫ് ഈച്ച് സ്ക്വയർ ഓൾസോ. അതിനകത്ത് ഓരോ സ്ക്വയറിലും നടുക്കത്തെ നമ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നോക്കൂ, ഇവിടെയാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഇവിടെ 14 കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇവിടുത്തെ ഈ സ്ക്വയറിന് നമുക്ക് 1 എന്ന് പേര് കൊടുക്കാം, ഈ സ്ക്വയറിന് നമുക്ക് 2 എന്ന് പേര് കൊടുക്കാം, ഇതിന് നമുക്ക് 3 എന്ന് പേര് കൊടുക്കാം. ഓക്കെ, ഓരോന്നിനും നമ്മൾ ഓരോ പേര് കൊടുത്ത്, ഓരോ ബോക്സിനും ഓരോ പേര് കൊടുത്തു. എന്നിട്ട് താഴത്തേക്ക് ഒന്ന് വരച്ചു വെച്ചത് 1 എന്ന് പറഞ്ഞിട്ട് ആ ബോക്സ്, ഫസ്റ്റത്തെ ബോക്സ് ഒന്ന് വരയ്ക്കാം. 2 എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ബോക്സ് വരയ്ക്കാം. 3 എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ബോക്സ് വരയ്ക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഞാൻ കാണിച്ചു തരാം. ഞാൻ അതിനകത്ത് ഇതാണ് നമ്മുടെ സെക്കൻഡ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് വൺ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ, ഇതാണ് നമ്മുടെ തേർഡ് വൺ. ആ ബോക്സ് സ്ക്വയർ മാത്രം എടുത്ത് അതിൻ്റെ ഉള്ളിൽ നമ്പേഴ്സ് മാത്രം എഴുതിയിട്ട് 1 2 3 എന്ന് അതിന് മുകളിലായിട്ട് ഇതുപോലെ പേര് കൊടുക്കുക. അതേ കണ്ടോ? 1 ഇട്ടിട്ട് അതിന് മുകളിൽ ഒരു സർക്കിൾ ഇട്ടോ എന്തെങ്കിലും വെക്കാം. 1 2 3.
അപ്പം ഞാനും വരയ്ക്കട്ടെ. ത്രീ 4 5 അല്ലേ? 3 4 5 13 14 15 പിന്നെ ഇതാണ് 23 24 25. ഫസ്റ്റ് ബോക്സ് 52 53 54 52 53 54 62 63 64 72 73 74. ദിസ് ഈസ് ദ സെക്കൻഡ് സ്ക്വയർ. അടുത്തതിലാണെങ്കിൽ 67 77 87. എഴുതിയോ? 3 ബോക്സും ഇതുപോലെ എഴുതിയിട്ട് ഓരോ നമ്പർ കൊടുത്തോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ് തന്നെ 3 ബോക്സ് ഇതുപോലെ വരച്ചെങ്കിൽ. ഓക്കെ, യെസ്, 3 ഷേപ്പ് ആയി പോലെ സാരില്ല പോട്ടെ. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയ മക്കളെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഫോളോയിങ് ഫോർ ഈച്ച് ഓഫ് ദ സ്ക്വയേഴ്സ്. ഓരോ ചതുരങ്ങൾക്കും ഇനി പറയുന്നവ കണ്ടെത്തുക. അതിനുവേണ്ടി നമ്മൾ ഓരോ ചതുരം എടുത്ത് വരച്ചേ കേട്ടോ, മനസ്സിലായോ? ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. എന്താണ് പറയുന്നത്? നടുക്കുള്ള സംഖ്യയും. അപ്പോൾ ഓരോന്നിലെയും നടുക്കുള്ള സംഖ്യ നമുക്കൊന്ന് വരച്ചു വെക്കാം. ഇതാണ് ഇതിനകത്തത്, ഇതാണ് ഇതിലെ ഫസ്റ്റത്തേല് 14, ഫസ്റ്റത്തേല് 14, സെക്കൻഡിൽ 63, അവസാനത്തേല് 78 ആണല്ലോ. യെസ്, അപ്പോൾ നടുക്കുള്ള സംഖ്യയും പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? നടുക്കുള്ള സംഖ്യയും പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അതിന്റെ ഇടതും വലതുമായി കിടക്കുന്ന സംഖ്യകളുടെ തുകയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. എന്താണ് നമ്മുടെ ചോദ്യം? നടുക്കുള്ള സംഖ്യ, അത് ഇവിടെ ഫസ്റ്റത്തേല് നമ്മൾ ഫസ്റ്റ് ബോക്സ് എടുത്തത് നടുക്കുള്ള സംഖ്യ 14 ആണ്. പിന്നെ അടുത്ത കിടക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ഇടത്തും വലത്തുമുള്ള സംഖ്യകൾ. 14 ഇടത്തും വലത്തും ഏത് സംഖ്യകളാണ് കിടക്കുന്നത്? ആരാ പറയുന്നേ? നെൽവിൻ ഒന്ന് പറഞ്ഞേ. 14 റൈറ്റും ലെഫ്റ്റും ഏതൊക്കെ നമ്പേഴ്സാ കിടക്കുന്നേ? 15. യെസ്, 13ഉം 15 അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുന്നുണ്ട്. ഒന്ന് എഴുതിക്കപ്പോ 13ഉം അതിന്റെ തുക 15ഉം രണ്ടും തമ്മിലുള്ള തുക എടുക്കണോ അല്ലെ? ഒന്ന് തുക എടുത്ത് നോക്കിക്കേ, എന്താണ് കിട്ടുന്നതെന്ന്. എത്രയാ കിട്ടുന്നേ? 28 ആണോ കിട്ടിയേ? ആണെങ്കിൽ ഒന്ന് ടാറ്റ് തന്നേ. 28 ആണെങ്കിൽ ഒന്ന് ടാറ്റ് തന്നേ. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നടുക്കലത്തെ സംഖ്യയായിട്ടുള്ള 14ഉം ഇവയുടെ തുക കൂട്ടി കിട്ടിയപ്പോഴുള്ള 28ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് കണ്ടുപിടിക്കട്ടെ. ഞങ്ങളൊന്ന് ആലോചിക്കുക, എന്തെങ്കിലും ബന്ധം ഉണ്ടോന്ന്. എന്തെങ്കിലും ബന്ധം കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്, ഭയങ്കര വലിയൊരു ബന്ധം ഉണ്ട് അവര് എന്താ പറയുന്നത്. ആരാ പറയുന്ന ആൻസർ? അഭിനന്ദ്. അഭിനന്ദേ പറഞ്ഞേ. 14ന്റെ ഡബിൾ ആണ് 28 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ 28ന്റെ പകുതിയാണ് 14 എന്നും പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം? 14 into ഡബിൾ. അഭിനന്ദ് പറഞ്ഞ പോലെ നമുക്ക് എഴുതാം. രണ്ട് രീതിയിൽ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. 14ന്റെ ഡബിൾ ആണ് 28 എന്ന് പറയുന്നത് ആണല്ലോ. അപ്പൊ എന്ത് പറയാം? മിഡിൽ നമ്പറിന്റെ ഇരട്ടിയാണ് അല്ലെങ്കിൽ മിഡിൽ നമ്പറിന്റെ ഡബിൾ ആണ് ആ നമ്പേഴ്സിന്റെ സമ്മ് കിട്ടുന്നത് എന്ന് പറയാം. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ബോക്സിൽ അത് കറക്റ്റ് ആണോ നോക്കിക്കേ. രണ്ടാമത്തെ ബോക്സിൽ നടക്കുന്ന നമ്പർ ഇത് 63 ആണ്. നോക്കിക്കേ, രണ്ടാമത്തേൽ അത് പോസിബിൾ ആവുന്നുണ്ടോ? 63 ആണ്. അപ്പുറം ഇപ്പുറം കിടക്കുന്നത് ഏതൊക്കെയാ? 62ഉം 64ഉം. ശ്രദ്ധിച്ച മക്കളെ, അപ്പുറം ഇപ്പുറം കിടക്കുന്നത് അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് 62ഉം 64ഉം ആണ്. നോക്കിക്കേ, 62 + 64 126 എന്ന് കിട്ടും. 126. 63ന്റെ ഇരട്ടിയാണോ 126 എന്ന് നോക്കിയേ. എല്ലാവരും ഒന്ന് കൺഫേം ചെയ്തേ. 63 × 2 ചെയ്യുമ്പോൾ 126 കിട്ടുന്നുണ്ടോ നോക്കി. 63 × ഡബിൾ ചെയ്യുമ്പോൾ 126 കിട്ടുന്നുണ്ടെങ്കിലേ നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സെയിം പോലെ തന്നെ കിട്ടണം. മുകളിലത്തെ പോലെ തന്നെ താഴത്തും കിട്ടണം. കിട്ടിയോ? ആരാണ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ആരാ ചോദിക്കാം? ആരോട് ചോദിക്കാം? വികാസ്. ആ, മഞ്ഞ ടീഷർട്ട് ഒക്കെ ഇട്ടിരിക്കണം, ഇരിപ്പോക്കി. ആ, അൺമ്യൂട്ട് ചെയ്തേ. കിട്ടിയോ? ഇല്ലേ? അതെന്താണെന്ന് ഒറ്റയെടുത്ത് ഇങ്ങനെ ആളിച്ച് എന്നെ വിഷമിപ്പിച്ചത്. എന്താണ് പൊതച്ചിരിക്കണേ ഉള്ളത്? ടീഷർട്ട് അല്ല. ഞാൻ വിചാരിച്ചു അവൻ ജേഴ്സി ഇട്ടേക്കണേണെന്ന്. ഉറക്കപ്പിച്ചിലാണ് അവൻ. അയ്യോടാ, തണുത്തിട്ട് പാടില്ലാന്ന്. നീ ഒന്ന് ഡബിൾ ചെയ്ത് നോക്കി. 63 × 2 ചെയ്ത് നോക്കി. അവിടെ എന്താണ് പരിപാടി? എഴുതേണ്ടതൊക്കെ എഴുതെടുത്താ നീ ഇതൊക്കെ.
അത് അവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? എന്താണ്? തൊണ്ടവേദനയാണെന്ന്. എന്നാ മിണ്ടണ്ട, അവിടെ ഇരുന്ന് ചെയ്തേ. തൊണ്ടവേദനയാണെങ്കിൽ സംസാരിക്കണ്ട, ചെയ്തേ. 63 × 2 കിട്ടിയോ? അടുത്ത ആളോട് ചോദിക്കാം. ആദിഷേ കിട്ടിയായിരുന്നോ? കിട്ടി. യെസ്, വെരി ഗുഡ്. 63 × 2 ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 126 കിട്ടുന്നു. നമുക്ക് ഓറഞ്ച് കളർ എടുക്കാം. യെസ്, കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തേലും കൂടി നമുക്ക് നോക്കാം. മൂന്നാമത്തേലും കൂടി നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. മൂന്നാമത്തേലും കൂടി ഒന്ന് നോക്കിക്കേ. മൂന്നാമത്തേല് 78 ആണ് വരുന്നത്. 78 എന്തിലേക്ക് തുല്യമാണോ നോക്കാം. നമ്മുടെ 77 + 79ന്റെ ടോട്ടൽ എടുക്കാം. 78ന്റെ ഡബിൾ ആണോ അത് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. 77 + 79 ചെയ്ത് നോക്കിക്കേ. കിട്ടുന്നുണ്ടോ? 186 കിട്ടിയോ? 186 കിട്ടിയെങ്കിൽ ഡാറ്റ തന്നേ. 186 കിട്ടി. യെസ്, അത് 72ന്റെ ഡബിൾ അല്ലേ? 70ന്റെ ഡബിൾ ആണോന്ന് ചെക്ക് ചെയ്തേ. 72ന്റെ ഡബിൾ ആണോന്ന് ചെക്ക് ചെയ്തേ. യെസ്, നമുക്ക് ഡബിൾ ആയിട്ട് തന്നെ കിട്ടും. 78 × 2 ചെയ്യുമ്പോൾ നമുക്ക് 156 കിട്ടും. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്ത് എഴുതാനായിട്ട് സാധിക്കും? നമുക്ക് എന്താ എഴുതേണ്ടത്? റിലേഷൻ ബിറ്റ്വീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണം. ഫൈൻഡ് ദ ഫോളോയിങ്. അപ്പൊ റിലേഷൻ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? മിഡിൽ നമ്പർ, അങ്ങനെയല്ല, സം ഓഫ് ദി എഴുതിക്കേ. റിലേഷൻ എഴുതിക്കേ. നമുക്ക് ആ ഒരു ഡെഫിനിഷൻ എഴുതണം. സം ഓഫ് ദി നമ്പേഴ്സ് on the right and left side of the middle number is double the middle number. മലയാളത്തിൽ എഴുതുമ്പോൾ ഇടത്തും വലത്തുമായ സംഖ്യകളുടെ തുകയുടെ ഇരട്ടിയാണ് ഇടത്തും വലത്തുമായ സംഖ്യകളുടെ തുക മധ്യസംഖ്യയുടെ ഇരട്ടിയാണ്. ഇടത്തും വലത്തുമായ സംഖ്യകളുടെ തുക മധ്യസംഖ്യയുടെ ഇരട്ടിയാണ്. മധ്യത്തിലുള്ള സംഖ്യയുടെ ഇരട്ടിയാണ് എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ ആണോ? എഴുതിയോ? ഈ ഒരു കൺക്ലൂഷൻ അവസാനം എഴുതണോട്ടോ. കാരണം എന്താണ്? റിലേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അപ്പൊ നമ്മളതൊരു ഡെഫിനിഷൻ ആയിട്ട് താഴ്ത്ത് എഴുതിയിരിക്കണം. ഓക്കെ ആണെങ്കിൽ ഒന്ന് ടാറ്റ വന്ന് എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. മലയാളംകാരെ എഴുതിയോ? കണ്ടായിരുന്നല്ലേ? ഒന്ന് വിളിച്ചേ. ആൽവിൻ എഴുതിയോ? എഴുതിയായിരുന്നു ഈ കൺക്ലൂഷൻ? എന്താ എഴുതാത്തെ? ആൽവിൻ ഇത് ബാധകമല്ലേ? എഴുത് 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 എഴുത്. നെൽവിൻ എഴുതിയായിരുന്നോ? എഴുതി കഴിഞ്ഞു? കഴിയാറായി. വേഗം എഴുതിക്കുന്നു. ഓക്കെ ആണോ? Sum of the numbers on the right and left side of the middle number is double the middle number. മധ്യസംഖ്യയുടെ ഇരട്ടിയാണ് മധ്യസംഖ്യയുടെ ഇടത്തും വലത്തും കിടക്കുന്ന സംഖ്യകളുടെ തുക. അതാരാണ് സാർ അത് ഇങ്ങനെയൊന്നും ഒരാൾ ചിരിക്കുന്നേ? നമ്മുടെ അതല്ല, താഴത്ത് റൈറ്റിൽ അറ്റത്തിരിക്കുന്ന ആള്, വൈറ്റ് ടീഷർട്ട് ഇട്ട്. ആൽവിയോ, എന്താണ് ചിരിക്കണിരുന്ന്? പറയടാ. ഒന്നുമില്ല. വെറുതെ. ചായ ഒക്കെ കുടിച്ചായിരുന്നോ? ചായ കുടിച്ച്. അവൻ നേരത്തെ ചായ കുടിച്ചിട്ടാ കയറി. അതെ, കപ്പൊക്കെ പൊക്കി കാണിക്കണ്ട അവിടെ. കൊള്ളാം, അടിപൊളി കപ്പ്. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. എഴുതി കഴിയാത്തവർ എഴുതി കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ. ബാക്കിയുള്ളവർ പൊക്കോളൂ കേട്ടോ. എഴുതി കഴിഞ്ഞവർ പൊക്കോളൂ. മ്യൂട്ട് ചെയ്ത്. ഓക്കെ സാറേ, ഓഫ്. ഓക്കെ
ഓക്കെ മക്കളെ, എല്ലാവരും തിരിച്ചു വരൂ കേട്ടോ. എല്ലാവരും തിരിച്ചു വരൂ, വീഡിയോ ഓൺ ആക്കൂ. ഓക്കെ ആണോ? യെസ്, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം, ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സംഗതി പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഫസ്റ്റത്തിന്റെ മിഡിൽ നമ്പറും അതിന്റെ റൈറ്റും ലെഫ്റ്റും തമ്മിലുള്ള നമ്പേഴ്സിന്റെ സമ്മും അതിന്റെ ബന്ധം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തേൽ നോക്കി മക്കളെ, ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം, മുകളിലും താഴെയുമുള്ള നമ്പേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ക്വയർ എടുക്കുകയാണ്. ആദ്യത്തെ സ്ക്വയറിൽ നടുക്കത്തെ നമ്പർ ഏതാണ്? 14 ആണ്. മുകളിലും താഴെയും ഏതൊക്കെയാണ് മക്കളെ തന്നിരിക്കുന്നത്? 4ഉം 24 ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നി. 14 മുകളിൽ 4 ആണ്, തൊട്ട് താഴെ 24 വന്നിരിക്കുന്നത്. അപ്പൊ എഴുതിക്ക്, ഫസ്റ്റത്തേല് നടുക്ക് വന്നിരിക്കുന്നത് 14 ആണ്, മുകളിൽ വന്നിരിക്കുന്നത് 4, താഴത്ത് വന്നിരിക്കുന്നത് 24. രണ്ടും കൂടി കൂട്ടിക്ക്, 4 + 24 എത്ര കിട്ടും? 28 എന്ന് കിട്ടും. ആണോ? നോക്കി എല്ലാവരും, 28 എന്ന് കിട്ടി. സെയിം റിലേഷൻ തന്നെയല്ലേ കിട്ടുന്നത്? നേരത്തെ സെയിം റിലേഷൻ തന്നെയല്ലേ ഇവിടെയും കിട്ടുന്നത്? ആണെങ്കിൽ ഒന്ന് ടാറ്റ തന്നെ. 14ന്റെ ഇരട്ടിയാണ് എന്ത്? 28 എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ 14 × ഡബിൾ നമുക്ക് എഴുതാം. 14 × ഡബിൾ ഈസ് ഈക്വൽ ടു 28 എന്ന് നമുക്ക് എഴുതാം. എഴുതിക്കേ, 14 × ഡബിൾ ഈസ് ഈക്വൽ ടു 28. അത് എല്ലാത്തിനും ചെക്ക് ചെയ്യണം കേട്ടോ. ആദ്യത്തേൽ കിട്ടി എന്ന് വിചാരിച്ച് നമ്മൾ ബാക്കിയുള്ളതിൽ അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. എല്ലാത്തിനും നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, എഴുതിയോ ആദ്യത്തേല്? ഇനി അടുത്ത രണ്ടാമത്തെ നോക്കി, രണ്ടാമത്തെ ബോക്സിൽ നോക്കിക്കേ മക്കളെ. എന്താണ്? ആരാണ് കൈയും കാലോട്ടടിക്കണേ? അവനെ വിളിച്ചേ. എന്താ പ്രശ്നം? വികാസ് അല്ലേ? നേ പുതപ്പിന്ന് പുറത്തു വന്നവൻ. വികാസെ കുട്ടാ പറഞ്ഞോ. എന്തു പറ്റി? ആനിവേഴ്സറി ആണ്, അപ്പൊ നേരത്തെ പോണോ? എന്തെങ്കിലും പരിപാടി ഉണ്ടോ? എന്ത് പരിപാടി? അമ്പോ, ചെറിയ പുള്ളിയല്ലേ സാറേ അവൻ. ഓക്കെ, അപ്പൊ എന്നാ ചെന്നോളൂ. പക്ഷെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോ ടാറ്റ. അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. 40 35 ആയിട്ടുള്ളൂ, ഇപ്പോഴേ ടാറ്റ പറഞ്ഞു. ഓക്കെ, ശരി. അടുത്തേൽ നോക്കി മക്കളെ, അടുത്ത നമ്പർ എത്രയാണ്? 63 ആണ്. മുകളിലുള്ളത് 53, താഴെയുള്ളത് 73. നോക്കിക്കേ, 63 ആണ് നടുക്ക് കിടക്കുന്നത്. മുകളിലുള്ളത് എത്രയാണ്? 53, താഴെയുള്ളത് 73. കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടൊന്ന് കൂട്ടേ. 53 + 73, 53 + 73. നോക്കിക്കേ, 3 3 6 ആണ്, 7 5 12 ആണ്. അപ്പൊ 126. ഇവിടെയും നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ലേ? യെസ്. എന്താണ് പറയുന്നത്? 63 × ഡബിൾ ആണ് എന്ത്? 63 × ഡബിൾ ആണ് 126. 63 × ഡബിൾ ആണ് 126. അതൊന്ന് ബോക്സിലാക്കി വെക്കാം. ഓക്കെ ആണോ? ഇനി അടുത്തേൽ നോക്കാം. അടുത്ത ബോക്സും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അടുത്തേൽ നടുക്ക് 78 ആണ്, മുകളിൽ 68ഉം താഴെ 88ഉം. നോക്കിക്കേ, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. മൂന്നാമത്തതില് നടുക്ക് കിടക്കുന്നത് 78. 78 ഈസ് ഈക്വൽ ടു 68 + 88. എത്ര കിട്ടും നോക്കി? 68 + 88 156 വരുന്നില്ലേ? യെസ്. അപ്പൊ 78 × ഡബിൾ ആണ് 156. 156 എഴുതി വെച്ചേ. റിലേഷൻ ഓക്കെ ആയില്ലേ? ഓക്കെ, ക്ലിയർ? 78 × ഡബിൾ 156. അപ്പൊ എല്ലാത്തിലും നമുക്ക് സെയിം റിലേഷൻ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ നേരത്തെ എഴുതിയതിൽ നിന്നും അതുപോലെ തന്നെയാണ്. ദ മിഡിൽ നമ്പർ ഈസ് ദ, ഏതൊക്കെ? മിഡിൽ നമ്പർ ഈസ് ദ, അല്ലെങ്കിൽ വേണ്ട, മിഡിൽ നമ്പർ ഈസ് ദ ഹാഫ് എന്ന് എഴുതണ്ട, ഡബിൾ ആക്കി എഴുതാം. ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ, ഏതൊക്കെ? ദ സം ഓഫ് ദ നമ്പേഴ്സ് ഓൺ, the sum of the numbers on, the sum of the numbers on, sum of the numbers on the top and bottom, on the top and bottom of the middle number, middle number ne mugalilum താഴെയുള്ള top and bottom number of the middle number is double the middle number, is double the middle number, is double the middle number. നമ്മളിപ്പോൾ ഇവിടെ എഴുതിയില്ലേ മക്കളെ? അതിനകത്ത് ഈ റൈറ്റും ലെഫ്റ്റും മാറ്റിയിട്ട് ടോപ്പും ബോട്ടും ആക്കിയാൽ മതി. മനസ്സിലായോ? ഈ റൈറ്റും ലെഫ്റ്റും മാറ്റിയിട്ട് ടോപ്പും ബോട്ടും ആക്കാം, അത്രേ ഉള്ളൂ. നേരത്തെ മലയാളംകാരാണെങ്കിൽ ഇടത് വലത് എന്ന് എഴുതിയ പോലെ മുകളിൽ താഴെ എന്ന് എഴുതാം. ഓക്കെ, മുകളിലും താഴെയും എന്ന് എഴുതാം മലയാളം മീഡിയംകാരാണെങ്കിൽ. അത്രയും മാത്രമേ വ്യത്യാസം വരുത്താറുള്ളൂ കേട്ടോ. നേരത്തെ അതേ ഡെഫിനിഷനാണ് വരുന്നത്. ഓക്കെ ആണോ? എഴുതി കഴിഞ്ഞോ? യെസ്. ഇനി അടുത്തതിൽ നോക്കാം. മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തേൽ എന്താണ്
എന്താണ് റിലേഷൻ കണ്ടുപിടിക്കാനുള്ളത്? ദി റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സംസ് ഓഫ് ദ പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഡയഗണലി ഓൺ ഇറ്റ്സ് ടോപ്പ് ആൻഡ് ബോട്ടം. എന്താണ് ഡയഗണലി വന്നിരിക്കുന്ന കാര്യമാണ് നമുക്ക് ചെയ്യേണ്ടത്. എന്താണ് ഡയഗണൽ ആയിട്ട് വന്നിരിക്കുന്ന സംഗതി? നമുക്ക് നോക്കാം. ആ ഒരു ബോക്സിലേക്ക് നോക്കിക്കേ. 14 ഡയഗണൽ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ്? 3ഉം 25ഉം. നോക്കിക്കേ മക്കളെ, 14 മിഡിൽ നമ്പർ. അതിനെ ഡയഗണലി നമ്മളൊന്ന് കട്ട് ചെയ്ത് നോക്കും. അതെ, ഡയഗണലി നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കുമ്പോൾ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? അവിടെ 3 ആണ്, താഴത്ത് 25 ആണ്. അപ്പൊ നടുക്കത്തെ 14ഉം ഈ പറയുന്ന 25ഉം 3ഉം തമ്മിലും സെയിം റിലേഷൻ അല്ലേ കാണാനായിട്ട് സാധിക്കുന്നേ? സെയിം റിലേഷൻ തന്നെയാണ് വരുന്നത്. അപ്പൊ 1 2 3 സെയിം ആയിട്ട് തന്നെ എഴുതിക്കോ. ഇപ്പൊ നമ്മൾ എഴുതിയ പോലെ തന്നെയാണ് 1 2 3 വരാം. ചെക്ക് ചെയ്ത് നോക്കിയ മക്കളെ, മുകളിൽ 3 ആണ്, താഴത്ത് 25 ആണ് അല്ലേ? അപ്പൊ എന്ത് വരും? മുകളിൽ ദൈവം നോക്കിയാൽ ഇവിടെ 3 ആണ് വരുന്നത്, ഇവിടെ 25 ആണ് വരുന്നത്, നടുക്ക് വരുന്നത് 14 ആണ്. അപ്പൊ 25 + 3 ചെയ്യുമ്പോൾ എത്രയാ കിട്ടാം? 28 ആണ് കിട്ടാം. 14ന്റെ ഡബിൾ ആണ് നമ്മൾ ഈ പറയുന്ന 28. എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് വരുന്നത്. എല്ലാത്തിലും സെയിം ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. സെയിം ആയിട്ട് തന്നെ എഴുതിക്കപ്പോ, നേരത്തെ എഴുതിയ പോലെ തന്നെ താഴത്തേക്ക് എടുത്ത് എഴുതി. ഇത് ഫസ്റ്റ് ബോക്സിലാണേ, ഇത് ഫസ്റ്റ് ബോക്സിലാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ബോക്സിൽ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അടുത്ത ബോക്സിലും ഈ സെയിം ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ ആണോ? അടുത്ത ബോക്സിലെ ഡയഗണൽ പെയേഴ്സ് ഏതൊക്കെ വരും? 52ഉം 74ഉം. ഏതൊക്കെയാണ്? 52ഉം 74. നോക്കിക്കേ, നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കാം. നോക്കുക. അപ്പോ 52 ആണ് മുകളിൽ, 74 ആണ് താഴത്ത്. അപ്പൊ 52 + 74 എത്ര കിട്ടും നോക്കാം? 126 തന്നെ അതും കിട്ടും അല്ലേ? 52 + 74 ചെയ്യുമ്പോൾ അത് തന്നെ എന്ത് കിട്ടും? 126 തന്നെ കിട്ടും. അതേപോലെ തന്നെ വീണ്ടും എഴുതാം. 63 × ഡബിൾ. ഇത് എഴുതിക്കണ പോലെ തന്നെ 63 × ഡബിൾ 126. ഓക്കെ ആണോ? ആരാണ് സാർ എന്റെ പേര് ചോദിച്ചത്? ആരാണ്? ആ, ഓക്കെ ഓക്കെ, ശരി ശരി. ഞാൻ വിചാരിച്ചു കുട്ടികൾ ആരാണെന്ന്. ഓക്കെ, യെസ്. അപ്പൊ 63 × ഡബിൾ ചെയ്യുമ്പോൾ നമുക്ക് 126 കിട്ടും. ഓക്കെ ആണോ? ഇനി അടുത്തയിലെ ഡയഗണൽ പെയർ ഏതൊക്കെയാണ്? 67ഉം 89. മുകളിൽ 67, താഴത്ത് 89. മുകളിൽ 67, താഴത്ത് 89. അത് തമ്മിൽ എന്ത് ചെയ്യാം? സെയിം ചെയ്ത പോലെ തന്നെ രണ്ടും കൂടി ആഡ് ചെയ്യാം. 67 + 89 ചെയ്യാം. അപ്പോഴും എന്തായാലും കിട്ടും നമുക്ക്. ഇവിടെ നമുക്ക് മൂന്നാമത്തേൽ കിട്ടിയ 156 തന്നെ അവിടെയും കിട്ടും. എഴുതിയോ? അത് റിപ്പീറ്റേഷൻ ആണ്, അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും എഴുതാത്തത് കേട്ടോ. ക്ലിയർ? ഓക്കെ ആണോ? യെസ്. ഇനിയാണ് നമ്മുടെ പരിപാടി ഓൾജിബ്ര. ഇനിയാണ് നമ്മൾ ഓൾജിബ്രിക് ഫോമിലേക്ക് ഈ പറയുന്ന ബോക്സിനെ, ഈ പറയുന്ന നമ്പേഴ്സിനെ മാറ്റാനായിട്ട് പോകുന്നത്. ഓക്കെ, എന്താണ് ശ്രീനന്ദ അല്ലേ ഇത്? ശ്രീനന്ദ എന്തെങ്കിലും ഡൗട്ട് ആണോ? ആ, ചോദിച്ചോ. അൺമ്യൂട്ട് ചെയ്ത്. ഓ, ഓക്കെ, അതാണ് പറയാനുണ്ടായിരുന്നത്. ഓക്കേടാ, അപ്പൊ വിട്ടോളൂ. ലാസ്റ്റ് നമ്മൾ ഓൾജിബ്ര പറയും, അപ്പൊ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ നമ്മൾ ലാസ്റ്റത്തേൽ നോക്കി മക്കളെ, റിലേഷൻ ബിറ്റ്വീൻ അത് പറഞ്ഞായിരുന്നു, മിഡിൽ നമ്പർ ആൻഡ് സം ഓഫ് ദ നമ്പേഴ്സ്. അടുത്തേൽ നോക്കി, ദി റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ, നമ്മുടെ നടുക്കലത്തെ നമ്പറും പിന്നെ എല്ലാ നമ്പറുകളും തമ്മിൽ, ഓൾ ദ അതർ നമ്പേഴ്സ്, ബാക്കിയുള്ള എല്ലാ സംഖ്യകളും തമ്മിലുള്ള റിലേഷൻ കൂടി കണ്ടുപിടിക്കണം. നോക്കിക്കേ, മിഡിൽ നമ്പർ എത്രയാണ്? 14 ആണ്. ബാക്കിയുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യണം? നമ്മളൊന്ന് കൂട്ടിയെടുക്കേണ്ടതായിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെയാണെങ്കിൽ 14 കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സ് എല്ലാവരും എടുത്തേ. 3 4 5 13 15 23 24 25 എല്ലാവരെയും തമ്മിൽ കൂട്ടി. 3 4 5 3 ആഡ് ആണേ. ദ റിലേഷൻ ബിറ്റ്വീൻ ദ മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ദ ഓൾ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. ആ സ്ക്വയറിലെ ബാക്കിയുള്ള എല്ലാ സംഖ്യകളുടെയും തുക എടുക്കണം അല്ലേ? അപ്പൊ 3 4 5 15 14 എടുക്കാൻ പാടില്ല കേട്ടോ. 14 എടുക്കാൻ പാടില്ല, ബാക്കിയുള്ള എല്ലാവരും എടുക്കാം. 16, പിന്നെ അതിനുശേഷം 25 23 24 25. ഒന്ന് കൂട്ടി നോക്കിക്കേ എത്ര കിട്ടുമെന്ന്. കൂട്ടി നോക്കി, എന്നിട്ടൊന്ന് പറഞ്ഞേ എന്താണ്. ഓക്കെ, മിഡിൽ നമ്പർ ആൻഡ് ദ സം ഓഫ് ഓൾ ദ നമ്പേഴ്സ് ഇൻ ദ സ്ക്വയർ. ആദ്യം നമ്മൾ സം എടുത്ത് നോക്കാം, എന്നിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കാം. സം ആദ്യം കണ്ടുപിടിച്ച് എല്ലാവരും. 114 ഇവിടെ ഉണ്ട്. സമ്മ് കണ്ടുപിടിച്ചിട്ട് ഞാൻ ചോദിക്കുന്ന ആൾ പറയണേ. ഈ പറയുന്ന നമ്പേഴ്സിന്റെ എല്ലാത്തിന്റെയും സമ്മ്, തുക കണ്ടുപിടിക്കാം. ആരാ പറയുന്നത് സമ്മ്? ആ, ചന്ദനക്കുറിയൊക്കെ ഇട്ടിരിക്കണം. ഓക്കെ, പറഞ്ഞോളൂ. എത്ര കിട്ടി സമ്മ്?
അയ്യോ എന്തോ പറയുന്നുണ്ട് അവൻ. ആ പറഞ്ഞോ. ആ എന്താണ് എന്താ പറഞ്ഞേ? കൂട്ടാനാ പറഞ്ഞതെല്ലാം കൂടി. ആ അത് തന്നെ അത് തന്നെ. 13 ഒറ്റ മിനിറ്റ്. ആ 13 എടുത്തില്ല അല്ലെ നമ്മളെ 3 4 5 13 15. ഓക്കെ ആ ഓക്കെ 13 പ്ലസ് 15 കറക്റ്റ് ആണ്. ഓക്കെ കൂട്ടിയായിരുന്നോ? എത്ര കിട്ടി? ആ കൂട്ടിയിട്ട് എത്ര കിട്ടി? ലൈവായിട്ട് കൂട്ടാൻ പറഞ്ഞപ്പോ അവന് കുറച്ച് ടെൻഷനായി തോന്നുന്നു. കിട്ടിയോ? 108 അടുത്തെത്തി. യെസ് കണ്ടുപിടിക്കട്ടോ. ഒന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പത്തേക്കും അവന് ടെൻഷനായി. ആ അടുത്ത ഒരാളോട് ചോദിക്കാം. ആരാണ്? ആദിശങ്കർ എന്ന് പറഞ്ഞ എത്ര കിട്ടി ടോട്ടല്? 128. എടാ അല്ലടാ 108 128 അതുമല്ല 128 അല്ല. ആരാണ് അടുത്തത്? മിഥുനെ പറഞ്ഞേ. 92 അല്ല, വേറൊരു 2 വരേണ്ടത്. വെറൈറ്റി ആൻസേഴ്സ് കിട്ടി എന്തായാലും. കൂട്ടിക്ക്. ആ അടുത്ത ആള് സാരംഗ് പറഞ്ഞേ. 112. യെസ്. ഓ അവസാനം കറക്റ്റ് ആയി. 112 ആണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? സമ്മ് കിട്ടേണ്ടത്. സമ്മ് എത്രയാണ്? 112. അടുത്തൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരുടെയും. ചെറിയൊരു മിസ്റ്റേക്ക് വന്നതായിരിക്കുള്ളൂ. അപ്പൊ 14ഉം 112ഉം തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളതാണ് നീ കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ബന്ധം എന്ന് നോക്കാം. 14 × 4. യെസ്. എന്താണ് ബന്ധം എന്ന് നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ ആദ്യം. അതായിരിക്കും നല്ലത്. എന്തായിരിക്കും ബന്ധം എന്നുള്ളതൊന്ന് കണ്ടുപിടിച്ചേ. എന്തെങ്കിലും ബന്ധം കാണാൻ പറ്റുന്നുണ്ടോ? 14ഉം 112ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? യെസ്. ആരാ പറയുന്നേ? നിരഞ്ജൻ ഒന്ന് പറഞ്ഞേ. എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നമ്മുടെ 14ഉം 112ഉം തമ്മില്? പറഞ്ഞോളൂ 14ഉം 112ഉം തമ്മില് കണ്ടുപിടിച്ചായിരുന്നോ? നോക്കിയായിരുന്നോ? എന്തെങ്കിലും റിലേഷൻ ഉണ്ടോന്നുള്ള നോക്കിയായിരുന്നോ? എടാ 14നെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് നോക്കിയാൽ 112 കിട്ടുമെന്ന് നീ ചെക്ക് ചെയ്ത് നോക്കിയോ? നോക്ക്. 14 × ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 112 കിട്ടും. അത് ഏത് നമ്പറാന്ന് കണ്ടുപിടിച്ചാൽ മതി. ആരോ കാര്യമായിട്ട് കൈ വീശുന്നുണ്ടല്ലോ. വിളിച്ചോ. ആദിദേവ്. ആദിദേവ് പറഞ്ഞ കുറെ നേരം കൈ വീശി തുടങ്ങിയിട്ട് ഇപ്പോഴാണെന്ന് വിളിക്കണേ. പറഞ്ഞോ. 8. യെസ് വെരി ഗുഡ്. മിടുക്കൻ. നോക്കിക്കേ മക്കളെ. 8 × 4 32 ആണ്. 8 × 3 11 ആണ്. സോ 112 കിട്ടും. അപ്പൊ എന്താണ്? മിഡിൽ നമ്പറിന്റെ 8 തവണ അല്ലെങ്കിൽ 8 ടൈംസ് എടുത്താൽ എന്ത് കിട്ടും നമുക്ക്? സമ്മ് കിട്ടുന്നു. പിടികിട്ടിയോ? ഇതാണ് അവിടുത്തെ റിലേഷൻ. മിഡിൽ നമ്പറിന്റെ 8 മടങ്ങാണ് സം എന്ന് പറയുന്നത്. മനസ്സിലായോ? പിടികിട്ടിയോ? ഓക്കെ. യെസ്. എന്താണ് പറഞ്ഞത്? എന്താണ് സാർ പറയുന്നത്? മിഡിൽ നമ്പറിന്റെ 8 മടങ്ങാണ് എന്ത്? സം എന്ന് പറയുന്നത്. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി മക്കൾ എല്ലാവരും. 14 × 8 ആണ് 112 കിട്ടേണ്ടത്. ചെക്ക് ചെയ്ത് കഴിഞ്ഞവരൊന്ന് ടാറ്റ വന്നേ. ചെക്ക് ചെയ്ത് നോക്കിയവര്. യെസ് വെരി ഗുഡ്. ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാവരും അത് എഴുതി വെക്കരുത്. ചെക്ക് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ. മിഡിൽ നമ്പറിന്റെ 8 മടങ്ങാണ് സം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഓൾജിബ്രിക് എക്സ്പ്രഷൻ യൂസ് ചെയ്ത് ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അവിടെയാണ് നമുക്ക് ഇച്ചിരി പണി വരിക അല്ലേ. നമുക്ക് ആദ്യം ഫസ്റ്റ് ബോക്സ് നമുക്കൊന്ന് വരച്ചു വെക്കാം. 3 4 5
3, 14, 15, 23, 24, 25. എഴുതി വെച്ച നമ്പേഴ്സ് ഒന്ന് എഴുതി വെച്ചേണം മക്കളെ. എന്നിട്ട് ഓൾജിബ്രിക് ഫോമിലേക്ക് മാറ്റണം. നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കേ. എങ്ങനെ ചെയ്യാം? കിട്ടുന്നുണ്ടോ? നമ്മൾ എക്സും വൈയും ഒക്കെ ഇട്ട് കൊടുക്കണോ അല്ലേ? അപ്പൊ ഏതിനാണ് എക്സ് ഏതിനാണ് വൈ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഏത് എക്സ് കൊടുക്കാം? ആദ്യത്തിന് സോമൻ എന്തോ പറയാനുണ്ട്, പറഞ്ഞോടെ കൂട്ടാ. പറഞ്ഞോ, എങ്ങനെ ചെയ്യാം നമുക്ക് ഇതിനകത്ത് ഓൾജിബ്ര? ഓൾജിബ്ര അത് തന്നെ. എന്താണ്? അങ്ങനെയല്ലടാ മോനെ, ആദ്യം ഇതിനെ എല്ലാ രീതിയിലും നമുക്ക് പ്രൂവ് ചെയ്യണം. 4 നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഫസ്റ്റത്തെ റൈറ്റും ലെഫ്റ്റും ഉള്ളത്, മുകളിലും താഴെയും ഉള്ളത്, ഡയഗണൽ ഉള്ളത്, പിന്നെ സം ഉള്ളത്. ഓക്കെ, ഇതിനകത്ത് എല്ലാം നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് എക്സും വൈയും ഏതിന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. 14 എക്സ് കൊടുക്കാം. വെരി ഗുഡ്, മിടുക്കൻ. മിഡിൽ നമ്പറിനാണ് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുന്നത്? എക്സ് കൊടുക്കേണ്ടത് കേട്ടോ. അതിന്റെ കാരണം എന്താണെന്നും കൂടി പറയാം. യെസ്, ഒറ്റ മിനിറ്റ്. പറഞ്ഞോ. എക്സ് പ്ലസ് 1 ആകും. ഓക്കെ, മിടുക്കൻ. മുകളിലാണെങ്കിലോ 3, 4, 5 എന്ത് വരും അപ്പോ? റേഡിയോ എന്താണ്? എക്സ് മൈനസ് 10 ആണോ വരിക? എക്സ് മൈനസ് 11 ആ വരിക കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, എങ്ങനെയാണ് മിഡിൽ നമ്പറിന് എക്സ് കൊടുക്കാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ നമ്പറിന് എക്സ് കൊടുത്തു എന്ന് വിചാരിക്കാം. നമ്മൾ നോർമലി ചെയ്യുന്ന എപ്പോഴും എങ്ങനെയാ, ഫസ്റ്റ് നമ്പറിന് എക്സ് കൊടുക്കലാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ ആദ്യത്തേന് എക്സ് കൊടുത്ത എന്താ പ്രശ്നം എന്ന് പറയാം മക്കളെ, 25 വരെ എത്തുമ്പോഴേക്കും എന്താവണം? 3നോട് എത്ര കൂട്ടിയാലേ 25 കിട്ടാം? 22 കൂട്ടിയാലാണ് 25 കിട്ടാം. ഭയങ്കര വലിയ സംഖ്യകൾ വരും, മനസ്സിലായോ? 25 വരെ എത്തുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു എക്സ് പ്ലസ് 22 വരെ നമുക്ക് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ സംഖ്യനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മിഡിൽ നമ്പറിന് എക്സ് കൊടുക്കുന്നു. എന്താണ് മക്കളെ പറയുന്നത്? മിഡിൽ നമ്പറിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? എക്സ് കൊടുക്കുന്നു. പിടികിട്ടിയോ? ഏതിനാണ്? മിഡിൽ നമ്പറിന് നമ്മൾ എക്സ് കൊടുക്കുന്നു. അപ്പോൾ 14നാണ് നമ്മളോട് എക്സ് കൊടുക്കുന്നത്. 14 എക്സ് ആണെങ്കിൽ 13 എത്രയായിരിക്കണം? ആരാ പറയുന്നേ? കൃഷ്ണദേവ് ഒന്ന് പറഞ്ഞേ. എക്സ് 14 ആണെങ്കിൽ 13 എത്രയായിരിക്കും? ആണോ? കൃഷ്ണദേവി, ശിവശങ്കരന്റെ അനിയനാണ്. യെസ്, എക്സ് മൈനസ് 1 എന്നാണ് നമുക്ക് കിട്ടുക. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണോ ശിവശങ്കരേ? ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ, ഇന്ന് അനിയന്റെ ബർത്ത്ഡേ ആണല്ലേ? പറഞ്ഞായിരുന്നു, ഇവിടെ സാറ് പറഞ്ഞു. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ, എല്ലാവരും വിഷ് ചെയ്തേ. യെസ്, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓക്കെ, എന്നിട്ട് എന്താണ് പരിപാടി? ഇന്ന് ഫെബ്രുവരി 14 ആയിട്ട് തന്നെ അവന്റെ ബർത്ത്ഡേ വന്നു അല്ലേ? ഓക്കെ, യെസ്. അപ്പൊ എന്താണ് പരിപാടി എന്നിട്ട് ബർത്ത്ഡേ ആയിട്ട്? ഹലോ പോയോ? പറഞ്ഞോ. വൈകുന്നേരം എല്ലാവരും വരുന്നുണ്ട്. എന്നിട്ട് കേക്ക് മുറിയൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് ഗിഫ്റ്റ് ഒക്കെ കിട്ടൂട്ടാ. കൊള്ളാം. അതിനൊന്നും നമ്മളെ വിളിച്ചില്ല. സാറില്ല പോട്ടെ. സാറില്ല, എന്നാലും നമുക്ക് അവനോട് ഭയങ്കര സ്നേഹമാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് കിട്ടി 13 എക്സ് മൈനസ് 1 എന്ന് കിട്ടി. ഇനി 15 ആണെങ്കിലോ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മുടെ 14നോട് 1 കൂട്ടിയാലാണ് 15 കിട്ടുക അല്ലെ? നമുക്ക് ഇവിടെ മനസ്സിലായി, 14ൽ നിന്ന് 1 കുറച്ചാലാണ് 13 കിട്ടുക. 15 കിട്ടണമെങ്കിൽ 14നോട് 1 കൂട്ടണം. സോ എക്സ് പ്ലസ് 1 ആണ് ചെയ്യേണ്ടത്. എന്താണ്? എക്സ് പ്ലസ് 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? എക്സ് പ്ലസ് 1 ആണ് ചെയ്യേണ്ടത്. ഓക്കെ ആണല്ലോ അല്ലെ? ഇനി അതിനുശേഷം നമ്മൾ 14, 13, 15 ചെയ്തു. ഇനി മുകളിലത്തെ സംഖ്യ നോക്കാം. 3, 4, 5 3, 4, 5 3, 4, 5 എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ 14 ആണ് ഇവിടുത്തെ മെയിൻ നമ്പറല്ലോ. 14, 3 തമ്മിൽ എത്രയുടെ വ്യത്യാസമുണ്ട്? 14 മൈനസ് 3 എത്രയാണ്? ആരാ പറയുന്നേ? എയ്ന ഒന്ന് പറഞ്ഞേടാ. 14, 3 തമ്മിൽ എത്ര നമ്പറിന്റെ വ്യത്യാസമുണ്ട്? 11. തെറ്റിക്കല്ലേ? 11 നമ്പറിന്റെ വ്യത്യാസമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് 3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 14ൽ നിന്ന് 11 കുറച്ചാൽ മതി. 14 എന്ന് പറയുന്നത് എത്രയാ? എക്സ് ആണ്. എക്സിൽ നിന്ന്
11 കുറയ്ക്കുക. എഴുതിക്കേ. അപ്പൊ 3 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്താക്കി എഴുതാം? x-11 ആക്കി എഴുതാം. x-11. അങ്ങനെയാണെങ്കിൽ 4 എങ്ങനെയായിരിക്കും? 14 10 കുറച്ചാൽ മതി. അപ്പൊ x-10 ആയിരിക്കും. 5 എങ്ങനെയായിരിക്കും? 14 9 കുറച്ചാൽ മതി. അപ്പൊ x-9 ആയിരിക്കും. പിടി കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. പിടി കിട്ടിയെങ്കിൽ ഒന്ന് ടാറ്റ വന്നേ. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മൾ 3 കണ്ടുപിടിക്കാനായിട്ട് 11 കുറച്ചു, 4 കണ്ടുപിടിക്കാൻ 10 കുറച്ചു, 5 കണ്ടുപിടിക്കാൻ 9 കുറച്ചു. ഇനി അതിനുശേഷം താഴത്തെ 23, 24, 25. 23ഉം 24ഉം കണ്ടുപിടിക്കാം. 24, 25. 23 കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? 14നോട് എത്ര കൂട്ടിയാലാ 23 കിട്ടാം? ആരാ പറയുന്നേ? അൽന കുട്ടി ഒന്ന് പറഞ്ഞേടാ. 14നോട് എത്ര കൂട്ടിയാൽ 23 കിട്ടും? 9 കൂട്ടിയാൽ മതി അല്ലേ? യെസ്. 14 + 9 ആണ് 23. അപ്പൊ നമുക്ക് എക്സിനോട് കൂടി 9 കൂട്ടാം. 24 ആണെങ്കിലോ 10 കൂട്ടാം. അപ്പൊ x+10 ആണ്. അടുത്തത് എങ്ങനെയായിരിക്കും? x+11 ആണ്. ആണല്ലോ. ഇതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ്. നമുക്ക് നമ്പേഴ്സിന് എന്ത് ചെയ്താം? ഓൾജിബ്രിക് ഫോമിലേക്ക് ബോക്സ് ആക്കി എഴുതാനായിട്ട് പോവാം. ഇത് എല്ലാവരും ഇങ്ങനെ എഴുതിയെടുത്തോ. ഇനി നമുക്ക് ബോക്സിലേക്ക് മാറ്റണം. ഓക്കെ, ബോക്സിലേക്ക് മാറ്റണം. ആരാണ് സാർ അവിടെ സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ യൂണിഫോം കിട്ടിയിരിക്കുന്നത്? ജീവ. യെസ്, കൊള്ളാം. നല്ല രസമുണ്ട്. കുറെ നാളായി യൂണിഫോമിലൊക്കെ പിള്ളേരെ കണ്ടിട്ട്. നമ്മൾ ഇച്ചിരി വലിപ്പത്തിൽ ബോക്സ് വരയ്ക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും? എഴുതാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവേ. പുറത്തേക്ക് പോകും. അപ്പോൾ കുറച്ച് വലിപ്പത്തിൽ ബോക്സ് വരയ്ക്കാം. ഫസ്റ്റത്തെ മിഡിൽ നമ്പർ എക്സ് ആണ്. അപ്പം മിഡിലിൽ കൊടുത്തോ എക്സ്. മിഡിലിൽ എക്സ് കൊടുത്തോളൂ. 13 കണ്ടുപിടിക്കാൻ x-1 ആണ്. 15 കണ്ടുപിടിക്കാൻ x+1 ആണ്. അപ്പൊ നടുക്കത്തെ എക്സ് ആണെങ്കിൽ അതിന് ബാക്കിലോട്ട് പോകുമ്പോൾ കുറയ്ക്കണം, ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കൂട്ടണം. ആ ഒരു ഐഡിയ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് മക്കളെ? ബാക്കിലോട്ട് പോകുമ്പോൾ കുറയ്ക്കണം, മുന്നിലോട്ട് പോകുമ്പോൾ കൂട്ടണം. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഇനി മുകളിലത്തെ എഴുതാം. മുകളിലത്തെ എന്ന് പറയുമ്പോൾ ഏതാണ്? 3, 4, 5. 3, 4, 5 നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? x-11. പിന്നെ അതിനുശേഷം x-10. കറക്റ്റാണ്. x-10, x-9. 3, 4, 5 എന്ന് പറയുന്ന സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കാം? നമ്മുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കൊടുക്കാം. ഓക്കെ. ഇനി താഴത്തെ ഏറ്റവും താഴത്തെ ഏതാണ്? 23, 24, 25. അത് ഏതാണ്? x+9, x+10, x+11. ഓക്കെ ആണല്ലോ? യെസ്. എഴുതിയോ എല്ലാവരും? നമുക്കപ്പോൾ ഏറ്റവും ആദ്യത്തെ റിലേഷൻ ഒന്ന് പറയാം. അതിനുള്ള ടൈമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ആദ്യത്തെ റിലേഷൻ എന്തായിരുന്നു? നടുക്കത്തെ നമ്പറും അതിന്റെ ലെഫ്റ്റും റൈറ്റും ഉള്ള സംഖ്യകളുടെ തുകയും കണ്ടുപിടിക്കണം. അപ്പൊ നടുക്കുന്ന നമ്പർ നമ്മൾ ഇങ്ങനെ എടുത്ത് എഴുതി. ഇനി അതിനുശേഷം ലെഫ്റ്റും റൈറ്റും കിടക്കുന്ന നമ്പേഴ്സിന്റെ തുക എടുക്കാം. x-1 + x+1. x-1 + x+1. ക്ലിയർ ആണല്ലോ അല്ലേ? ലെഫ്റ്റിലും റൈറ്റിലും കിടക്കുന്ന നമ്പേഴ്സ് ഏതാ? x-1ഉം x+1ഉം x-1ഉം x+1ഉം x-1ഉം x+1ഉം. ഓക്കെ ആണോ? യെസ്. ഏത് കട്ട് ചെയ്ത് കളയാം? ആരാ പറയുന്നേ? ഈ ഇക്വേഷനിൽ ആരെയാണ് കട്ട് ചെയ്യാൻ പറ്റുന്നേ? ആര് പറയും സാറേ? ജീവ. സ്കൗട്ട് ആൻഡ് ഗൈഡ് ജീവയെ തന്നെ വിളിക്കാം. പറഞ്ഞോടാ. ഇതിനകത്ത് ഏതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും ഈ ഇക്വേഷനില്? -1നെയും +1നെയും. -1 + 1 0 ആയി പോയില്ലേ? അപ്പൊ അത് ക്യാൻസൽ ആയി പോയി. ഇനി ഏത് വരും? ഇനി ഒരു എക്സും ഉണ്ട്, മറ്റൊരു എക്സും ഉണ്ട്. x+x എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2x ആണ്. കിട്ടിയില്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു മിഡിൽ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും സമ്മ് കിട്ടുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ? അപ്പം ഇങ്ങനെ സൈഡിലേക്ക് എഴുതാം. x×double = 2x. അതൊരു ബോക്സിലാക്കി വെക്കാം കേട്ടോ. x×double = 2x. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇതുപോലെ തന്നെ എല്ലാ റിലേഷൻസും ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. ഹോംവർക്ക് ആണ്. അടുത്തതിൽ ഏതാ ചെയ്യേണ്ടത്? മുകളിലെയും താഴത്തെയും, അതായത് ടോപ്പും ബോട്ടത്തിലെയും ആണ് അടുത്തത് ചെയ്യേണ്ട. രണ്ടാമത്തത്. മൂന്നാമത്തെ ഏതാണ്? ഡയഗണലി വരുന്നത് x-1ഉം x+1ഉം ആണ് കൂട്ടേണ്ടത്. ഏറ്റവും അവസാനം ഏതാണ്? എല്ലാം കൂടി കൂട്ടണം. അതായത് അവസാനം ഏറ്റവും എല്ലാം കൂടി കൂട്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? എക്സിനെ മാത്രം നിർത്താം, ബാക്കിയുള്ള എല്ലാ നമ്പേഴ്സിനെയും, ബാക്കിയുള്ള 8 സംഖ്യകളെയും നമ്മൾ എന്ത് ചെയ്യണം? കൂട്ടി നോക്കിയിട്ട് എന്താണ് റിലേഷൻ എന്നുള്ളത് കണ്ടുപിടിക്കണം. റിലേഷൻ ഓൾറെഡി നമുക്ക് അറിയാം, അതിവിടെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അല്ലെ? നടുക്കുള്ള സംഖ്യയുടെ 8 മടങ്ങാണ് എന്ത്? ബാക്കിയുള്ള സംഖ്യകളുടെ തുക എന്നല്ലേ നമ്മൾ പറഞ്ഞേ? ഓക്കെ ആണല്ലോ? ടാറ്റ തന്നേ. നമ്മൾ എന്തായിരുന്നു അവസാനം പറഞ്ഞത്? നടുക്കുള്ള സംഖ്യയുടെ 8 മടങ്ങ്, നടുക്കുള്ള സംഖ്യ × 8 ചെയ്താലാണ് ബാക്കിയുള്ള സംഖ്യകളുടെ തുക കിട്ടുക എന്ന് പറഞ്ഞു. അതേ രീതിയിൽ ഇവിടെയും കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പൊ ഇവിടെ കുറച്ചധികം സംഗതികൾ കൂട്ടാനുണ്ട്, അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. കൂട്ടാൻ വരുമ്പോഴാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? കറക്റ്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ. അപ്പൊ ആ 3 എണ്ണവും ഓൾജിബ്രിക് ഫോമിൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യണം. അടുത്ത ദിവസം വരുമ്പോൾ ഞാൻ ചോദിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അത്രയും ചെയ്ത് പോകാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ക്ലിയർ? നമുക്കപ്പോൾ അവസാനിപ്പിക്കാം.
അപ്പോൾ അടുത്ത ദിവസം ഞാൻ വരും. അപ്പോൾ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ, ചെയ്ത് നോക്കിയിട്ടുണ്ടാവണം എന്തായാലും, കാരണം ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ എഴുതാനായിട്ടായിരിക്കുള്ള എക്സാമിന് ചോദിക്കുക എപ്പോഴും. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ടാറ്റ. യെസ്, ഡൗട്ട് ഉള്ളവർ നിൽക്കുക, അല്ലാത്തവർ ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ മക്കളെ, ടാറ്റ. ആ ചോദിച്ചോ ആദിത്യ? ആ ചോദിച്ചോ. കൂട്ടല്ലേന്നോ? ആ കൂട്ടണം കൂട്ടണം. 2 വേണം. ആ എക്സ് പ്ലസ് എക്സും എക്സും കൂടി കൂട്ടാം. ആ ഉവ്വ്, ആ എക്സ് ആണല്ലോ നമ്മൾ ഇപ്പുറത്ത് എടുത്തേക്കുന്നത്. അതേനോ? അത് കൂട്ടണ്ട. നമുക്ക് മുകളിലുള്ള 2 സംഖ്യകളല്ല, സൈഡിലുള്ള 2 സംഖ്യകൾ മാത്രം കൂട്ടിയാ പോരെ. ലെഫ്റ്റും റൈറ്റും ഉള്ള സംഖ്യകളുടെ തുക എടുക്കണം. ആ തുകയും നടുക്കുള്ള സംഖ്യയും തമ്മിൽ എന്താണ് ബന്ധം, അതാണ് ചോദ്യം. മനസ്സിലായോ? ഓക്കെ ഫൈൻ. ആ സാറേ ദേവർഷ്. ആ ദേവർഷേ, ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒരു പേര് മറന്നുപോയല്ലോ ഒന്ന്. ആ ഓ നാളെ എന്ത് ദിവസാ? നാളെ ശനിയാഴ്ചയല്ലേ? ആ ഉണ്ട്, ഞാൻ തന്നെയാ. എന്ത് പറ്റി? പൂരമാണോ? പൂരത്തിന് പോണം. ആളൊരു പൂരം പ്രേമിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോ വൈകിട്ട് ക്ലാസ് ഉണ്ടല്ലോ, മാത്സ് ആണല്ലോ, മാറ്റേണ്ടി വരുമോ? പൂരം കാരണം മാറ്റാൻ പറ്റുമോ? അപ്പൊ ഒന്ന് ക്ലാസ് മാറണോ? നമ്മുടെ ദേവർഷി പറഞ്ഞു മുതുകാട് പൂരാണ്, അപ്പൊ ക്ലാസ് ഉണ്ടാവട്ടോ, മാത്സ് തന്നെയാണേ. അപ്പൊ ഒന്ന് എന്താ പറയാ, കുറച്ചേരം ഇരുന്നിട്ട് പൊക്കോളൂ. ഓക്കെ, 6:30 നമ്മൾ തുടങ്ങാം. എപ്പോഴാ പോണേ? 5:30 പോവും അല്ലേ? ഓ, അപ്പൊ ക്ലാസ് കാണണോട്ടോ, റെക്കോർഡ് വീഡിയോ കണ്ടാ മതി. ഓക്കെ ഓക്കെ ശരി. റിയ, യെസ് റിയ ചോദിച്ചോളൂ. ഹലോ. ഡയഗണൽ പെയർ പൂവ് എല്ലാം ചെയ്യണം. അതാ ഞാൻ ഹോംവർക്ക് എന്ന് പറഞ്ഞ, ബാക്കി 3 ഹോംവർക്ക് ആണ്. കേട്ടില്ലേ റിയ? അതും ചെയ്തു നോക്കാം. അത് ചെയ്താലും സെയിം ആൻസർ തന്നെയാ വരിക. മനസ്സിലായി? ഒന്നുകിൽ നമുക്ക് ഈ ഒരു പേര് എടുക്കാം, ഇതും എടുക്കാം, അല്ലെങ്കിൽ x-9 x+9 എടുക്കാം. ഇഷ്ടമുള്ളത് എടുക്കാം. ഇത് മൊത്തം ചെയ്തു നോക്കണം. ബാക്കിയുള്ള 3 അതായത് ഡയഗണൽ പെയർ, പിന്നെ മുകളിലും താഴെയും ഉള്ളത്, പിന്നെ ബാക്കി എല്ലാം കൂടി എടുക്കുന്ന ബാക്കി 3 ഇല്ലേ നമുക്ക്, ആ 3 ഓൾജിബ്രിക് എക്സ്പ്രഷനിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഓക്കെ ആണോ? ഓ ആയിക്കോട്ടെ, ഹാപ്പി വാലന്റൈൻസ് ഡേ. ഓക്കേടാ, ശരി. ഹാപ്പി ന്യൂ ഇയർ ഒക്കെ പറയണ പോലെ അല്ലേ?